Good morning. Last ക്ലാസ്സിൽ നമ്മൾ ഇൻഫിമവും സുപ്രിമവും അതിന്റെ ഡെഫിനിഷൻസും അതിന്റെ കുറച്ച് എക്സാമ്പിൾ പ്രോബ്ലംസും ഒക്കെ ചെയ്താണ് കൺക്ലൂഡ് ചെയ്തത്. ഈ സെക്ഷൻ വീണ്ടും അതിന്റെ കണ്ടിന്യൂവേഷൻ ആണ്. ആപ്ലിക്കേഷൻ ഓഫ് ഇൻഫിമം ആൻഡ് സുപ്രിമം. ഇൻഫിമം സുപ്രിമത്തിന്റെ ആപ്ലിക്കേഷൻ പ്രോബ്ലംസ് ആണ് ഈ സെക്ഷനിൽ ആദ്യം വരുന്നത്. പിന്നെ വളരെ പ്രധാനപ്പെട്ട ചില തിയറംസും ഒക്കെ ഉള്ള സെക്ഷൻ ആണ് കേട്ടോ. ഫസ്റ്റ് പ്രോബ്ലത്തിലേക്ക് കടക്കാം നമുക്ക്. ക്വസ്റ്റ്യൻ ഇതാണ്. Let S be a non-empty subset of R that is bounded above, and let A an element of R. Let A plus S equal to set A plus S such that S element of S. Prove that supremum of A plus S equal to A plus supremum of S. Supremum of S equal to U ആണ് എന്ന് assume ചെയ്യാം. Supremum S equal to U. Supremum S equal to U ആണെങ്കിൽ by definition of supremum it is an upper bound അല്ലേ? So S less than or equal to U for every S element of S. Supremum upper bound ആണ് എന്നുള്ള ഡെഫിനിഷൻ ഉപയോഗിക്കുന്നു. Supremum upper bound ആണ് എന്നുള്ളതിന് S less than or equal to U. So ഞാൻ രണ്ട് സൈഡിലും A ആഡ് ചെയ്യുന്നു. അപ്പൊ എനിക്ക് എന്ത് കിട്ടും? A plus S less than or equal to A plus U for every S element of S. ഈ എ പ്ലസ് എസ് എന്ന് പറയുന്നതല്ലേ എ പ്ലസ് ക്യാപിറ്റൽ എസിലെ ഒരു ആർബിട്രറി എലമെന്റ്. അപ്പൊ എ പ്ലസ് ക്യാപിറ്റൽ എസിലെ ഏത് ആർബിട്രറി എലമെന്റ് എടുത്താലും അത് എ പ്ലസ് യുവിനേക്കാൾ ചെറുതാണ്. അപ്പൊ ഇതിൽ നിന്ന് എനിക്ക് എന്ത് പറയാം? എ പ്ലസ് യു എന്ന് പറയുന്നത് അപ്പർ ബൗണ്ട് ആണ് ഏതിന്റെ? എ പ്ലസ് ക്യാപിറ്റൽ എസിന്റെ. അപ്പൊ അപ്പർ ബൗണ്ട് ആണ് എന്ന് കിട്ടി. ലീസ്റ്റ് അപ്പർ ബൗണ്ട് ആവണം, അപ്പോഴാണ് സുപ്രീമം ആവുന്നത് അല്ലെ? ലീസ്റ്റ് അപ്പർ ബൗണ്ട് ആണെന്ന് കാണിക്കാനായിട്ട് വി എ പ്ലസ് എസിന്റെ ഒരു അപ്പർ ബൗണ്ട് ആണ് എന്നെടുക്കാം. ഒരു ആർബിട്രറി അപ്പർ ബൗണ്ട് എടുക്കുന്നു. അപ്പൊ ഏത് അപ്പർ ബൗണ്ട് എടുത്താലും അത് എ പ്ലസ് യുവിനേക്കാൾ വലുതായിരിക്കണം. അപ്പോഴാണ് എ പ്ലസ് യു ലീസ്റ്റ് അപ്പർ ബൗണ്ട് ആവുന്നത്. സോ വി ഇസ് ആൻ അപ്പർ ബൗണ്ട് ഓഫ് എ പ്ലസ് എസ് എന്ന് അസ്യൂം ചെയ്യുന്നു. വി അപ്പർ ബൗണ്ട് ഓഫ് എ പ്ലസ് എസ് ആണെങ്കിൽ എ പ്ലസ് എസിലെ എല്ലാ എലമെന്റ്സും വിനേക്കാൾ ചെറുതായിരിക്കും അല്ലെ? So A plus S less than or equal to V for every S element of S. Okay. But this implies A plus S less than or equal to V. Upon S less than or equal to V minus A for every S element of S. എന്ന് കിട്ടുന്നു. So S ലെ എല്ലാ എലമെന്റ്സും V minus A നേക്കാൾ ചെറുതാണ്. അപ്പൊ വി മൈനസ് എ എന്താണ്? വി മൈനസ് എ എസിന്റെ ഒരു അപ്പർ ബൗണ്ട് ആണ്. പക്ഷെ എസിന്റെ സുപ്രീമം ആണ് ആര്? യു. സുപ്രീമം വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എവറി അപ്പർ ബൗണ്ട് അല്ലെ? സോ യു ലെസ് ദാൻ ഓർ ഈക്വൽ ടു വി മൈനസ് എ. യു ലെസ് ദാൻ ഓർ ഈക്വൽ ടു വി മൈനസ് എ ആണെങ്കിൽ എനിക്ക് അതിൽ നിന്ന് എന്ത് പറയാം? എ പ്ലസ് യു ലെസ് ദാൻ ഓർ ഈക്വൽ ടു വി. അപ്പൊ വി എന്ന് പറയുന്നത് ഈ എ പ്ലസ് എസിന്റെ ഒരു ആർബിട്രറി അപ്പർ ബൗണ്ട് ആണെങ്കിൽ എ പ്ലസ് യു ലെസ് ദാൻ ഓർ ഈക്വൽ ടു വി ആണ് എന്ന് കിട്ടി. അപ്പൊ എ പ്ലസ് യു അപ്പർ ബൗണ്ട് ആണ്. എ പ്ലസ് യു മറ്റെല്ലാ അപ്പർ ബൗണ്ടുകളേക്കാൾ ചെറുതും ആണ്. വിച്ച് മീൻസ് എ പ്ലസ് യു ഇസ് ദി സുപ്രീമം ഓഫ് എ പ്ലസ് എസ്. എ പ്ലസ് യു എന്ന് പറഞ്ഞാൽ എന്താണ്? എ പ്ലസ് സുപ്രീമം ഓഫ് എസ്. സോ സുപ്രീമം ഓഫ് എ പ്ലസ് എസ് ഈക്വൽ ടു എ പ്ലസ് സുപ്രീമം ഓഫ് എസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. Let A and B be any two subsets of R such that A less than or equal to B for every A in A and every B in B. Prove that supremum of A less than or equal to infimum of B. ക്യാപിറ്റൽ എയിലെ എല്ലാ എലമെന്റ്സും ക്യാപിറ്റൽ ബിയിലെ എല്ലാ എലമെന്റ്സിനേക്കാളും ചെറുതാണ്. അങ്ങനെയാണെങ്കിൽ ക്യാപിറ്റൽ എയുടെ സുപ്രീമം എടുത്താൽ അത് ക്യാപിറ്റൽ ബിയുടെ ഇൻഫിമത്തിനേക്കാൾ ചെറുതാണ്. തന്നിരിക്കുന്ന കണ്ടീഷൻ അനുസരിച്ച് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. ദിസ് ഇസ് ട്രൂ ഫോർ എവറി എ എലമെന്റ് ഓഫ് എ ആൻഡ് എവറി ബി എലമെന്റ് ഓഫ് ബി അല്ലെ? ഇൻ പർട്ടിക്കുലർ ഫോർ എവറി എ എലമെന്റ് ഓഫ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എന്നുള്ളത് ട്രൂ ആണ്. എന്ന് പറഞ്ഞാൽ ബി ക്യാപിറ്റൽ എയുടെ ഒരു അപ്പർ ബൗണ്ട് അല്ലേ? ക്യാപിറ്റൽ എയിലെ ഏത് എലമെന്റ് എടുത്താലും അത് ബിനേക്കാൾ ചെറുതാണ്. ഇതാണ് അപ്പർ ബൗണ്ട് ആവാനുള്ള കണ്ടീഷൻ. സോ ദിസ് ഇംപ്ലൈസ് ദാറ്റ് ബി ഇസ് ആൻ അപ്പർ ബൗണ്ട്. ബി ഇസ് ആൻ അപ്പർ ബൗണ്ട് ഓഫ് ക്യാപിറ്റൽ എ. ഓക്കെ,
ഈ ബിക്ക് എന്തെങ്കിലും റെസ്ട്രിക്ഷൻ ഉണ്ടോ? ദിസ് ഇസ് ട്രൂ ഫോർ എവറി ബി എലമെന്റ് ഓഫ് ബി അല്ലേ? സോ ബി ഈസ് ആൻ അപ്പർ ബൗണ്ട് ഓഫ് എ ഫോർ എവറി ബി എലമെന്റ് ഓഫ് ബി. ബി ഈസ് ആൻ അപ്പർ ബൗണ്ട് ഓഫ് എ എന്ന് പറഞ്ഞാൽ ലീസ്റ്റ് അപ്പർ ബൗണ്ടിനെ അല്ലേ സുപ്രീമം എന്ന് വിളിക്കുന്നത്? ബി ഒരു അപ്പർ ബൗണ്ട് ആണെങ്കിൽ സുപ്രീമം എല്ലാ അപ്പർ ബൗണ്ടുകളെക്കാളും ചെറുതാണ് എന്നുള്ളതിൽ നിന്ന് സുപ്രീമം ഓഫ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ഫോർ എവറി ബി എലമെന്റ് ഓഫ് ബി എന്ന് പറയാം. ആർഗ്യുമെന്റ്സ് ശ്രദ്ധിക്കണം. എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എല്ലാ എക്കും ട്രൂ ആണ്. അതുകൊണ്ട് ബി ക്യാപിറ്റൽ എയുടെ ഒരു അപ്പർ ബൗണ്ട് ആണ്. ഈ ബി എന്ന് പറയുന്നത് ക്യാപിറ്റൽ ബിയിലെ ഏത് എലമെന്റ് വേണമെങ്കിലും ആവാം. ഓക്കെ, അപ്പൊ ക്യാപിറ്റൽ ബിയിലെ എല്ലാ എലമെന്റ്സും എയുടെ അപ്പർ ബൗണ്ടുകളാണ്. ഏറ്റവും ചെറിയ അപ്പർ ബൗണ്ടിനെയാണ് നമ്മൾ സുപ്രീമം എന്ന് പറയുന്നത്. സോ സുപ്രീമം എ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ഫോർ എവറി ബി എലമെന്റ് ഓഫ് ബി. പക്ഷെ ഇപ്പൊ ഇവിടെ നിന്ന് എനിക്ക് എന്താണ് കിട്ടുന്നത്? ക്യാപിറ്റൽ ബിയിലെ എല്ലാ എലമെന്റ്സിനേക്കാളും ചെറുതാണ് സുപ്രീമം എ. അപ്പൊ സുപ്രീമം എ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ബിയുടെ ലോവർ ബൗണ്ട് ആണ് എന്ന് കിട്ടുന്നു. ഏറ്റവും വലിയ ലോവർ ബൗണ്ടിനെ അല്ലേ നമ്മൾ ഇൻഫിമം എന്ന് പറയുന്നത്? ഇത് ഒരു ലോവർ ബൗണ്ട് ആണ്. ഇൻഫിമം അങ്ങനെയുള്ളത് ഏറ്റവും വലുതാണ്. സോ ദിസ് ഇംപ്ലൈസ് ദാറ്റ് സുപ്രീമം എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻഫിമം ബി. നമുക്ക് അടുത്ത ഡെഫിനിഷനിലേക്ക് പോകാം. ഇതുവരെ നമ്മൾ പറഞ്ഞത് സെറ്റ് എപ്പോ ബൗണ്ടഡ് ആകുന്നു, ആ സെറ്റിന്റെ സുപ്രീമം എന്താണ്, ഇൻഫിമം എന്താണ്, അതൊക്കെയാണ് നമ്മൾ ഇതുവരെ കണ്ടത്. ഈ ഡെഫിനിഷൻ നമുക്ക് ഫങ്ഷൻസിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എഫ് എന്ന് പറയുന്നത് ഒരു റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ആണ്. റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ എന്നുള്ളത് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ആ ഫംഗ്ഷന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ റേഞ്ചിലാണ് ഉണ്ടാവുക അല്ലെ? അപ്പൊ റേഞ്ച് റിയൽ നമ്പേഴ്സ് ആണ് എങ്കിൽ അങ്ങനത്തെ ഫംഗ്ഷൻസിനെയാണ് നമ്മൾ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻസ് എന്ന് വിളിക്കുന്നത്. എഫ് ഒരു റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ആണ്, ഡിഫൈൻഡ് ഫ്രം ദി ഡൊമൈൻ ഡി ടു ദി സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് ഡി എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് ഓൾ ഇമേജസ് ഓഫ് എഫ്. ഓക്കെ, കളക്ഷൻ ഓഫ് ഓൾ ഇമേജസ് ഓഫ് ഡി അണ്ടർ ദി ഫംഗ്ഷൻ എഫ്. അപ്പൊ എഫ് ഓഫ് ഡി എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് സച്ച് ദാറ്റ് എക്സ് എലമെന്റ് ഓഫ് ഡി എന്നുള്ള സെറ്റ് ആണ്. ഈ സെറ്റ് ബൗണ്ടഡ് ആണെങ്കിൽ നമ്മൾ എഫ് ബൗണ്ടഡ് ആണ് എന്ന് പറയും. സെറ്റ് ബൗണ്ടഡ് എന്ന് പറയുമ്പോൾ അതിന് 3 തരമുണ്ട് അല്ലെ? ബൗണ്ടഡ് എബവ് ഉണ്ട്, ബൗണ്ടഡ് ബിലോ ഉണ്ട്, രണ്ടും കൂടി വന്നാൽ ബൗണ്ടഡ് എന്നുണ്ട്. അതേ ഡെഫിനിഷൻസ് തന്നെ നമ്മൾ ഫംഗ്ഷൻസിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. എഫ് ഓഫ് ഡി എന്ന സെറ്റ് ബൗണ്ടഡ് എബവ് ആണെങ്കിൽ ഫംഗ്ഷൻ എഫ് ബൗണ്ടഡ് എബവ് ആണ് എന്ന് പറയും. എഫ് ഓഫ് ഡി എന്ന സെറ്റ് ബൗണ്ടഡ് ബിലോ ആണെങ്കിൽ ഫംഗ്ഷൻ ബൗണ്ടഡ് ബിലോ ആണ് എന്ന് പറയും. ഫംഗ്ഷൻ ബോത്ത് ബൗണ്ടഡ് എബവ് ആൻഡ് ബൗണ്ടഡ് ബിലോ ആണെങ്കിൽ അതിനെ നമ്മൾ ബൗണ്ടഡ് ഫംഗ്ഷൻ എന്ന് പറയും. ഏതെങ്കിലും ഒരു ബൗണ്ട് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എങ്കിൽ ആ ഫംഗ്ഷൻ അൺബൗണ്ടഡ് ആണ്. ഓക്കെ, സോ ഫംഗ്ഷൻ ബൗണ്ടഡ് ആണോ, ഏത് ടൈപ്പ് ബൗണ്ട് അത് സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്നൊക്കെ തീരുമാനിക്കുന്നത് ഫംഗ്ഷന്റെ കോഡൊമൈനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ്. സോ എഫ് ഓഫ് ഡി കണ്ടുപിടിക്കുക. എഫ് ഓഫ് ഡി കണ്ടുപിടിക്കുമ്പോൾ കിട്ടുന്ന സെറ്റ്, ആ സെറ്റിന്റെ ബൗണ്ടഡ്നെസ് അനുസരിച്ച് നമ്മൾ ഫംഗ്ഷന്റെ ബൗണ്ട് ഡിഫൈൻ ചെയ്യുന്നു. ഓക്കെ, ഡെഫിനിഷൻ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിന്റെ ആപ്ലിക്കേഷൻ പ്രോബ്ലംസിലേക്ക് നമ്മൾ കടക്കുകയാണ്. സപ്പോസ് ദാറ്റ് എഫ് ആൻഡ് ജി ആർ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻസ് വിത്ത് കോമൺ ഡൊമൈൻ ഡി. അതായത് ഡി എന്നുള്ള ഡൊമൈനിൽ നിന്ന് തന്നെ ഡിഫൈൻഡ് ആയിട്ടുള്ള 2 ഡിഫറെന്റ് ഫംഗ്ഷൻസ് ആണ് എഫും ജിയും. ഇത് രണ്ടും ബൗണ്ടഡും ആണ്. വി അസ്യൂം ദാറ്റ് എഫ് ആൻഡ് ജി ആർ ബൗണ്ടഡ്. ഓക്കെ, ഇനി എഫിനെയും ജിനെയും കണക്ട് ചെയ്യുന്ന ഒരു റിലേഷൻ നമുക്ക് കിട്ടിയിരിക്കുകയാണ്. എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി ഓഫ് എക്സ് ഫോർ എവറി എക്സ് എലമെന്റ് ഓഫ് ഡി. Then supremum of f of d less than or equal to supremum of g of d എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഈ സുപ്രീമം എഫ് ഓഫ് ഡിയുടെ വേറെ ഒരു നൊട്ടേഷൻ ആണ് ഇത് കേട്ടോ. സുപ്രീമം എഫ് ഓഫ് ഡി എന്ന് പറഞ്ഞാൽ സുപ്രീമം എക്സ് എലമെന്റ് ഓഫ് ഡി എഫ് ഓഫ് എക്സ് എന്ന് നമുക്ക് ഡിനോട്ട് ചെയ്യാം. സുപ്രീമം എക്സ് എലമെന്റ് ഓഫ് ഡി എഫ് ഓഫ് എക്സ്. അതേപോലെ സുപ്രീമം ജി ഓഫ് ഡിയുടെ വേറെ നൊട്ടേഷൻ ആണ് സുപ്രീമം എക്സ് എലമെന്റ് ഓഫ് ഡി ജി ഓഫ് എക്സ്. സുപ്രീമം ടേക്കൺ ഓവർ ദ സെറ്റ് എക്സ് എലമെന്റ് ഓഫ് ഡി ജി ഓഫ് എക്സ് എന്നുള്ളതാണ് അത് വരുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഡിനോട്ട് ചെയ്താൽ ഇത് സുപ്രീമം എഫ് ഓഫ് ഡി തന്നെയാണ്, അതിന്റെ വേറെ ഒരു നൊട്ടേഷൻ മാത്രമാണ്. അപ്പൊ നമുക്കിവിടെ പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? സുപ്രീമം എഫ് ഓഫ് ഡി ലെസ് ദാൻ ഓർ ഈക്വൽ ടു സുപ്രീമം ജി ഓഫ് ഡി എന്നാണ് നമുക്ക് കാണിക്കേണ്ടത്. ഓക്കെ, സുപ്രീമം എഫ് ഓഫ് ഡി
എന്തിനെങ്കിലും കാൾ കുറവാണ് എന്ന് കാണിക്കണമെങ്കിൽ എന്താ വേണ്ടേ? സുപ്രീമം എന്ന് പറഞ്ഞാൽ ലീസ്റ്റ് അപ്പർ ബൗണ്ട് ആണ് അല്ലെ? അപ്പൊ സുപ്രീമം ജി ഓഫ് ഡി എന്ന് പറയുന്നത് സുപ്രീമം എഫ് ഓഫ് ഡിയുടെ ഒരു അപ്പർ ബൗണ്ട് ആണ് എന്ന് കാണിച്ചാൽ സുപ്രീമം എഫ് ഓഫ് ഡി ലെസ് ദാൻ ഓർ ഈക്വൽ ടു സുപ്രീമം ജി ഓഫ് ഡി ഉണ്ടാവും. അങ്ങനെ കിട്ടുമോ എന്ന് നമുക്ക് നോക്കാം. തന്നിരിക്കുന്ന കണ്ടീഷൻ എന്താണ്? എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി ഓഫ് എക്സ് ഫോർ എവ്രി എക്സ് എലമെന്റ് ഓഫ് ഡി. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന കണ്ടീഷൻ. ഓക്കെ, എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി ഓഫ് എക്സ്. ദിസ് ഇംപ്ലൈസ് ദാറ്റ് ജി ഓഫ് എക്സിന്റെ ജി ഓഫ് എക്സുകളുടെ സുപ്രീമമാണ് സുപ്രീമം ജി ഓഫ് എക്സ് അല്ലെ? അപ്പൊ എല്ലാ ജി ഓഫ് എക്സും സുപ്രീമം ജി ഓഫ് എക്സിനേക്കാൾ ചെറുതായിരിക്കുമല്ലോ. അപ്പൊ ഇതിൽ നിന്ന് എനിക്ക് എന്ത് പറയാൻ പറ്റും? എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സുപ്രീമം ജി ഓഫ് ഡി എന്ന് പറയാം. എന്താ കാരണം? സുപ്രീമം ജി ഓഫ് ഡി എന്ന് പറഞ്ഞാൽ ജി ഓഫ് എക്സുകളുടെ കളക്ഷന്റെ സുപ്രീമമാണ്. ജി ഓഫ് എക്സുകളുടെ കളക്ഷന്റെ സുപ്രീമം എന്ന് പറഞ്ഞാൽ ജി ഓഫ് എക്സുകളുടെ ഒരു അപ്പർ ബൗണ്ട് ആണ്. സുപ്രീമം എന്ന് പറയുന്നത് ലീസ്റ്റ് അപ്പർ ബൗണ്ട് ആണ്, അതുകൊണ്ട് അത് ഒരു അപ്പർ ബൗണ്ട് ആണ്. സോ ജി ഓഫ് എക്സ് വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു സുപ്രീമം ജി ഓഫ് ഡി ഫോർ എവ്രി എക്സ്. എഫ് ഓഫ് എക്സ് ഓൾറെഡി നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി ഓഫ് എക്സ് ആണെന്ന് കിട്ടിയിട്ടുണ്ട്. സോ എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സുപ്രീമം ജി ഓഫ് ഡി ഫോർ എവ്രി എക്സ് എലമെന്റ് ഓഫ് ഡി. So this means that supremum g of d is an upper bound of f of x. Supremum g of d ഒരു അപ്പർ ബൗണ്ട് ആണ്. ഒരു അപ്പർ ബൗണ്ട് ആണ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ അപ്പർ ബൗണ്ടിനെ അല്ലേ സുപ്രീമം എന്ന് വിളിക്കുക. അപ്പൊ എഫ് ഓഫ് എക്സിന്റെ സുപ്രീമം ഇതിനേക്കാൾ ചെറുതാണ്. എഫ് ഓഫ് എക്സിന്റെ സുപ്രീമം, അതായത് സുപ്രീമം എഫ് ഓഫ് ഡി is less than or equal to this quantity. ഇതെന്താണ്? സുപ്രീമം ജി ഓഫ് ഡി. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ എന്താ കിട്ടിയത്? എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി ഓഫ് എക്സ് ഫോർ എവ്രി എക്സ് എലമെന്റ് ഓഫ് ഡി ആണെങ്കിൽ സുപ്രീമം വിൽ ഓൾസോ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ദി കറസ്പോണ്ടിങ് സുപ്രീമം. സുപ്രീമം ഓഫ് എഫ് വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു സുപ്രീമം ഓഫ് ജി എന്നാണ് കിട്ടിയത്. നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത പ്രോബ്ലം എന്തായിരുന്നു? തൊട്ട് മുമ്പത്തെ പ്രോബ്ലത്തിൽ നമുക്ക് കിട്ടിയത് a less than or equal to b for every a in a and every b in b ആണെങ്കിൽ സുപ്രീമം a less than or equal to സുപ്രീമം b എന്നല്ല നമ്മൾ പ്രൂവ് ചെയ്തത്, ഇൻഫിമം b എന്നാണ് അല്ലെ? ഇൻഫാക്ട് സുപ്രീമം b എന്ന് പറഞ്ഞാൽ ഇൻഫിമത്തിനേക്കാൾ വലുതാണ്. അപ്പൊ സുപ്രീമം a less than or equal to സുപ്രീമം b പ്രൂവ് ആണ്, പക്ഷെ അതിനേക്കാൾ സ്ട്രോങ്ങർ ആയിട്ടുള്ള ഒരു റിസൾട്ട് ആണ് നമ്മൾ ഇവിടെ പ്രൂവ് ചെയ്തത്. സുപ്രീമം a ഇൻഫിമം ബിനേക്കാൾ ചെറുതാണ് എന്നാണ് നമ്മൾ ഇവിടെ പ്രൂവ് ചെയ്തത്. ഇവിടെ അതിനോട് വളരെ സിമിലർ ആണ് സ്റ്റേറ്റ്മെന്റ് അല്ലെ? എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി ഓഫ് എക്സ് ഫോർ എവ്രി എക്സ് എന്ന് കിട്ടിയിട്ടുണ്ട്. എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി പോലെ തന്നെ എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി ഓഫ് എക്സ് എന്ന് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്കൊരു എക്സ്പെക്ടേഷൻ എന്ത് എടുക്കാമായിരുന്നു? സുപ്രീമം എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻഫിമം ജി ആകാൻ ഒരു സാധ്യത നമുക്ക് ഫീൽ ചെയ്യാം അല്ലെ? അത് ശരിയാണോ? അതാണ് അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത്. അതായത് ലെറ്റ് എഫ് ആൻഡ് ജി ബി ബൗണ്ടഡ് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻസ് ഡിഫൈൻഡ് ഓൺ എ കോമൺ ഡൊമൈൻ ഡി ആൻഡ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി ഓഫ് എക്സ് ഫോർ എവ്രി എക്സ് എലമെന്റ് ഓഫ് ഡി ഇസ് സുപ്രീമം എഫ് ഓഫ് ഡി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻഫിമം ജി ഓഫ് ഡി. ജസ്റ്റിഫൈ. ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയതുകൊണ്ടും തൊട്ട് മുമ്പത്തെ പ്രോബ്ലത്തിൽ നമ്മൾ സുപ്രീമം ജി ഓഫ് ഡിയേക്കാൾ ചെറുതാണെന്നാണ് പ്രൂവ് ചെയ്തത് എന്നുള്ളത് കൊണ്ടും നിങ്ങൾക്ക് ഒരു നിങ്ങളുടെ ലോജിക്കിൽ നിന്ന് എന്ത് പറയാം? ഇത് ശരിയായിരിക്കില്ല അല്ലെ? സുപ്രീമം എഫ് ഓഫ് ഡി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻഫിമം ജി ഓഫ് ഡി ആണെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സുപ്രീമം ജി ഓഫ് ഡി എന്ന് പ്രൂവ് ചെയ്യേണ്ട ആവശ്യം നമുക്കില്ല. ഇത് പ്രൂവ് ചെയ്യുമ്പോൾ ഇത് കുറേം കൂടെ സ്ട്രോങ്ങർ റിസൾട്ട് ആണ്. അപ്പൊ മറ്റേത് പ്രൂവ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. മാത്രമല്ല ഇത്രയും എക്സ്പ്ലനേഷൻ ഒന്നും പറയില്ലല്ലോ അല്ലെ? അപ്പൊ ഇത് തെറ്റായിരിക്കാനാണ് സാധ്യത. അതുകൊണ്ടാണ് പ്രൂവ് ദാറ്റ് എന്നല്ലാതെ ഇസ് എന്നുള്ള രീതിയിൽ ഞാൻ ഈ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന എല്ലാ ഇസും ഫോൾസ് ആവണം നിർബന്ധമില്ല കേട്ടോ. ഇസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ചോദിച്ചിരിക്കുന്നതുകൊണ്ടും തൊട്ട് മുമ്പ് നമ്മൾ എടുത്ത മറ്റേതായതുകൊണ്ടും ഇത് തെറ്റാവാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഒരു കാര്യം തെറ്റാണ് എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ എന്ത് മതി? ശരിയാണെന്ന് കാണിക്കണമെങ്കിൽ നമുക്ക് അതിനെ ലോജിക്കൽ ആർഗ്യുമെന്റ്സ് വെച്ച് പ്രൂവ് ചെയ്യണം. പക്ഷെ തെറ്റാണ് എന്ന് കാണിക്കാൻ ഒരു സിംഗിൾ കൗണ്ടർ എക്സാമ്പിള് കൊടുത്താൽ മതി. ഓക്കെ,
ഇത് നിങ്ങളുടെ ക്ലാസ്സിനും ഒക്കെ ബാധകമാണ് കേട്ടോ. ഒരു ക്ലാസ് നല്ല ക്ലാസ് ആണ് എന്ന് പറയണമെങ്കിൽ ആ ക്ലാസ്സിലെ എല്ലാ കുട്ടികളും നല്ല കുട്ടികളാണെന്ന് നമ്മൾ തെളിയിക്കേണ്ടി വരും. പക്ഷെ ഒരു ക്ലാസ് മോശം ക്ലാസ് ആണ് എന്നൊരു പേര് വരാനായിട്ട് ക്ലാസ്സിലെ ഒരു കുട്ടി എന്തെങ്കിലും കുഴപ്പമൊപ്പിച്ചാൽ മതി. ഒരു കുട്ടി എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കി ആരെങ്കിലും പിടിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും പറയാ? ആ തേർഡ് ഇയർ BSc മാത്സ്, അയ്യോ അതിലതേ ഒരു കൊച്ചൊരു ഇന്നലെ കൂടെ പിടിച്ചേ ഉള്ളൂ എന്ന് പറയും അല്ലെ? എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഒരു കൗണ്ടർ എക്സാമ്പിൾ മതി ഒരു കാര്യം തെറ്റാണ് അല്ലെങ്കിൽ ഒരെണ്ണം മോശമാണ്, കൊള്ളില്ല എന്ന് കാണിക്കാനായിട്ട് ഒരു സിംഗിൾ കൗണ്ടർ എക്സാമ്പിൾ മതി. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് സുപ്രീമം എഫ് ഓഫ് ഡി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻഫിമം ജി ഓഫ് ഡി ട്രൂ അല്ല എന്ന് കാണിക്കണമെങ്കിൽ ഒരു സിംഗിൾ കൗണ്ടർ എക്സാമ്പിൾ കണ്ടുപിടിച്ചാൽ മതി. അങ്ങനത്തെ കൗണ്ടർ എക്സാമ്പിൾ കിട്ടുമോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, എന്റെ ഡൊമൈൻ ഡി എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഇന്റർവൽ 0, 1 ഞാൻ എടുക്കുകയാണ്. അതായത് സെറ്റ് ഓഫ് ഓൾ എക്സ് എലമെന്റ് ഓഫ് ആർ സച്ച് ദാറ്റ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ഇതാണ് എന്റെ ഡൊമൈൻ. ഓക്കെ, 0ക്കും 1നും ഇടയ്ക്കുള്ള റിയൽ നമ്പേഴ്സിന്റെ കളക്ഷൻ. ഇവിടെ ഞാനൊരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഡിഫൈൻ ചെയ്യുന്നു ആസ് എക്സ് സ്ക്വയർ. ഓക്കെ, ഇത് ഈ ഡൊമൈനിൽ വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണല്ലോ. അടുത്ത ഫംഗ്ഷൻ ഞാൻ ജി ഓഫ് എക്സ് ഡിഫൈൻ ചെയ്യുന്നു ആസ് ദി ഐഡന്റിറ്റി മാപ്പിംഗ്, അതായത് ജി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ്. ഇത് രണ്ടും ഡി എന്നുള്ള ഡൊമൈനിൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഫംഗ്ഷൻസ് ആണ്. ഇവിടെ ഏത് റിയൽ നമ്പേഴ്സാണ് ഞാൻ എടുത്തിരിക്കുന്നത്? 0നും 1നും ഇടയ്ക്കുള്ള റിയൽ നമ്പേഴ്സ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ റേഞ്ചിൽ മുഴുവനും എനിക്ക് എന്ത് പറയാൻ പറ്റും? എക്സ് സ്ക്വയർ ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് അല്ലെ? എക്സ് 1നേക്കാൾ ചെറുതാണ്. അപ്പൊ സ്ക്വയർ ചെയ്യുമ്പോൾ 1നേക്കാൾ ചെറിയൊരു നമ്പറിനെ 1നേക്കാൾ ചെറിയൊരു നമ്പർ കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് അല്ലെ? സോ എക്സ് സ്ക്വയർ വിൽ ബി 1നേക്കാൾ ചെറിയ നമ്പർ കൊണ്ടാണ് ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് വാല്യൂ കുറയും. സോ ഈ ഒരു ഡൊമൈനിൽ എക്സ് സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ആണ്. അതായത് ഫംഗ്ഷൻസിന്റെ ടേംസിൽ പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി ഓഫ് എക്സ് ഫോർ എവറി എക്സ് എലമെന്റ് ഓഫ് എക്സ് എന്ന് പറയാം. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റിൽ പറയുന്ന കണ്ടീഷൻസ് സാറ്റിസ്ഫൈഡ് ആണ് അല്ലെ? എഫും ജിയും റിയൽ വാല്യൂഡ് ഫംഗ്ഷൻസ് ആണ്. ഇത് ബൗണ്ടഡ് ആണോ? എക്സ് സ്ക്വയർ എന്നുള്ള ഫംഗ്ഷൻ ഈ ഡൊമൈനിനുള്ളിൽ സ്മോളസ്റ്റ് വാല്യൂ 0യും ഹയസ്റ്റ് വാല്യൂ 1ഉം വരും അല്ലെ? അപ്പൊ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ബൗണ്ടഡ് ഫംഗ്ഷൻ ആണ്. ജി ഓഫ് എക്സോ ഐഡന്റിറ്റി മാപ്പിംഗ് ആണ്. ഇപ്പൊ 0, 1 എന്നുള്ള റേഞ്ചിൽ എടുക്കുമ്പോൾ അതിന്റെ സ്മോളസ്റ്റ് വാല്യൂ 0, ഹയസ്റ്റ് വാല്യൂ 1. അപ്പൊ ജി ഓഫ് എക്സും ബൗണ്ടഡ് ആണ്. അപ്പൊ ഇത് രണ്ടും ബൗണ്ടഡ് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻസ് ആണ്. എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി ഓഫ് എക്സ് ഫോർ എവറി എക്സ് എലമെന്റ് ഓഫ് ഡി, എക്സ് എലമെന്റ് ഓഫ് ഡി എന്നുള്ള കണ്ടീഷനും സാറ്റിസ്ഫൈഡ് ആണ് അല്ലെ? അപ്പോ അങ്ങനെയാണെങ്കിൽ ഇത് ശരിയാവോ എന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഇത് ശരിയാവോ? ആവില്ല. എന്താ കാരണം? സുപ്രീമം എഫ് ഓഫ് ഡി എന്ന് പറയുന്നത് എന്താണ്? സുപ്രീമം എഫ് ഓഫ് ഡി എന്ന് പറഞ്ഞാൽ ഡൊമൈനില് എഫ് ഓഫ് എക്സ് അച്ചീവ് ചെയ്യുന്ന മാക്സിമം വാല്യൂ 0 മുതൽ 1 വരെയുള്ള നമ്പേഴ്സിന്റെ സ്ക്വയർ ആണ് എന്റെ എഫ് ഓഫ് ഡി എന്ന് പറയുന്ന സെറ്റ് അല്ലെ? ആ സ്ക്വയറുകൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം വാല്യൂ എത്രയാണ്? 1. ഓക്കെ, അപ്പൊ സുപ്രീമം എഫ് ഓഫ് ഡി എന്ന് പറയുന്നത് ഈക്വൽ ടു 1 ആണ്. ഇനി ഇൻഫിമം ജി ഓഫ് ഡിയോ? ഇൻഫിമം ജി ഓഫ് ഡി എന്ന് പറഞ്ഞാൽ ഡി എന്നുള്ള സെറ്റില് ജി എന്നുള്ള ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ട് കിട്ടുന്ന എലമെന്റ്സിന്റെ കളക്ഷനില് ഏറ്റവും ചെറുത്, ഫൈനൈറ്റ് സെറ്റ് ആയതുകൊണ്ട് എനിക്ക് ഏറ്റവും ബൗണ്ടഡ് സെറ്റ് ആയതുകൊണ്ട് ഇതിലെ ഏറ്റവും ചെറിയ എലമെന്റിന് എനിക്ക് ഇതിൽ തന്നെ ഉണ്ട്. ഈ ഒരു പർട്ടിക്കുലർ കേസിൽ ഇവിടെ എന്താ വരിക? ജി ഓഫ് ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 മുതൽ 1 വരെയാണ് വേരി ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഇൻഫിമം എന്ന് പറഞ്ഞാൽ 0 തന്നെയാണ് വരിക അല്ലെ? സോ ഇൻഫിമം ജി ഓഫ് ഡി ഈക്വൽ ടു 0. ഓക്കെ, സോ സുപ്രീമം എഫ് ഓഫ് ഡി 1ഉം ഇൻഫിമം ജി ഓഫ് ഡി 0ഉം. ഇൻഫിമം അല്ലേ ചെറുത്? അപ്പൊ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ള കണ്ടീഷൻ ഈസ് നോട്ട് സാറ്റിസ്ഫൈഡ്. സോ ഇൻ ജനറൽ സുപ്രീമം എഫ് ഓഫ് ഡി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻഫിമം ജി ഓഫ് ഡി ഈസ് നോട്ട് ട്രൂ. ഓക്കെ, അപ്പൊ നമ്മുടെ നേരത്തെ പ്രൂഫും ഇതും കൂടി നോക്കുമ്പോ എന്തെങ്കിലും ഒരു ചേർച്ചയില്ലായ്മയുണ്ടോ? അവിടെ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ആയപ്പോ എനിക്ക് സുപ്രീമം എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻഫിമം ബി എന്ന് കിട്ടി. ഇവിടെ പക്ഷേ എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി ഓഫ് എക്സ് ഫോർ എവറി എക്സ് ആണ്. എന്നിട്ടും സുപ്രീമം ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻഫിമം എന്നുള്ള റിലേഷൻ ഇവിടെ ഹോൾഡ് ചെയ്യുന്നില്ല. അപ്പൊ അതിനകത്ത് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടോ? എന്തുകൊണ്ടായിരിക്കും അങ്ങനെ വന്നത്?
ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഡൊമൈൻ ഡിയിലെ എല്ലാ എക്സിനും ഇത് ട്രൂ ആണ് എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി ഓഫ് എക്സ് എന്നേ നമുക്ക് കിട്ടിയുള്ളൂ. എക്സ് വേരി ചെയ്യുന്നത് എവിടെയാ? ഡൊമൈൻ ഡിയിലാണ്. ഡൊമൈൻ ഡിയില് എക്സിനെ ഞാൻ വേരി ചെയ്യിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഒരു എക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു എഫ് ഓഫ് എക്സും ഒരു ജി ഓഫ് എക്സുമേ എടുത്തിട്ടുള്ളൂ. അവര് തമ്മിലുള്ള റിലേഷൻ ആണ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി ഓഫ് എക്സ് എന്നുള്ളത്. ഇതുകൊണ്ട് എഫ് ഓഫ് ഡി എന്നുള്ള സെറ്റിലെ എല്ലാ എലമെന്റ്സും ജി ഓഫ് ഡി എന്നുള്ള സെറ്റിലെ എല്ലാ എലമെന്റ്സിനേക്കാളും ചെറുതാണ് എന്നാകുന്നില്ല. അവിടുത്തെ നമ്മുടെ കണ്ടീഷൻ എന്തായിരുന്നു? എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ഫോർ എവ്രി എ ആൻഡ് ബി എന്നാണ്. ഒരു എ എടുത്താൽ അത് ഒരു ബിനേക്കാൾ ചെറുതെന്നായിരുന്നില്ല. എല്ലാ എയും എല്ലാ ബിനേക്കാളും ചെറുതാണ് എന്നായിരുന്നു കണ്ടീഷൻ. അതേസമയം ഇവിടുത്തെ കണ്ടീഷൻ എന്താ? എഫ് ഓഫ് എക്സ് ജി ഓഫ് എക്സിനേക്കാൾ ചെറുതാണെന്നാണ്. അല്ലാതെ എഫ് ഓഫ് എക്സ് ജി ഓഫ് ഡിയിലെ എല്ലാ എലമെന്റ്സിനേക്കാളും ചെറുതാണ് എന്ന് നമ്മൾ കണ്ടീഷൻ വെച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഇവിടെ സുപ്രീമം ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻഫിമം എന്ന് കിട്ടാത്തത്. ഓക്കെ, അപ്പൊ സുപ്രീമം ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻഫിമം എന്ന് കിട്ടണമെങ്കിൽ നമ്മുടെ സ്റ്റേറ്റ്മെന്റ് എങ്ങനെ ആവണമായിരുന്നു? എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി ഓഫ് വൈ ഫോർ എവ്രി എക്സ് കോമ വൈ എലമെന്റ് ഓഫ് ഡി എന്ന് എടുക്കണമായിരുന്നു. ഓക്കെ, ഇപ്പൊ ഡിയിലെ എക്സിനെ വെറുതെ വേരി ചെയ്യിച്ചാൽ മാത്രം പോരാ. ഈ സെറ്റില് എഫ് ഓഫ് ഡിയിലെയും ജി ഓഫ് ഡിയിലെയും രണ്ട് ആർബിട്രറി എലമെന്റ്സ് എടുക്കുക. രണ്ട് ആർബിട്രറി എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് എന്നുള്ള എലമെന്റ് ഞാൻ ആദ്യത്തെ സെറ്റിൽ നിന്ന് എടുത്താൽ അതിനെ ഡിപ്പെൻഡ് ചെയ്യാതെയാണ് എനിക്ക് രണ്ടാമത്തെ സെറ്റിൽ നിന്ന് എലമെന്റ് എടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ ജി ഓഫ് എക്സ് എന്നുള്ള ഒരു എലമെന്റ് വലുതായാൽ പോരാ. ജി ഓഫ് ഡിയിലെ ഏത് എലമെന്റും ആർബിട്രറി ആയതുകൊണ്ട് ഞാൻ എക്സ് മാറ്റി വേറൊരു വേരിയബിൾ നെയിം ഉപയോഗിക്കുന്നു, വൈ. എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി ഓഫ് വൈ ഫോർ എവ്രി എക്സ് കോമ വൈ എലമെന്റ് ഓഫ് ഡി എന്ന് പറയാൻ പറ്റിയിരുന്നെങ്കിൽ, അതായിരുന്നു നമ്മുടെ കണ്ടീഷൻ എങ്കിൽ എനിക്ക് എന്ത് കിട്ടിയേനെ? സുപ്രീമം എഫ് ഓഫ് ഡി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻഫിമം ജി ഓഫ് ഡി എന്ന് കിട്ടിയേനെ. ഓക്കെ, ഇതിന്റെ പ്രൂഫ് എങ്ങനെയായിരിക്കും? എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബിയുടെ അതേ പ്രൂഫ് തന്നെ നമുക്ക് ഇവിടെ ഫോളോ ചെയ്യാൻ പറ്റും. കാരണം എഫ് ഓഫ് എക്സും ജി ഓഫ് വൈയുമാണ് എടുത്തിരിക്കുന്നത്. അത് വീണ്ടും എഫ് ഓഫ് ഡിയിലെയും ജി ഓഫ് ഡിയിലെയും രണ്ട് ആർബിട്രറി പോയിന്റ്സ് ആണ്. അപ്പൊ സെയിം പ്രൂഫ് ടെക്നിക്ക് തന്നെ എ ബി എന്നുള്ളതിന് പകരം ഇവിടെ എന്ത് വരും? എഫ് ഓഫ് എക്സ് ജി ഓഫ് വൈ എന്ന നൊട്ടേഷൻ മാറുമെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അതേ പ്രൂഫ് ടെക്നിക്ക് ഉപയോഗിച്ച് എനിക്ക് ഈ പർട്ടിക്കുലർ കേസിൽ സുപ്രീമം എഫ് ഓഫ് ഡി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻഫിമം ജി ഓഫ് ഡി എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. പലപ്പോഴും കൺഫ്യൂസ്ഡ് ആവുന്ന ഒരു സ്ഥലമാണിത് കേട്ടോ. തന്നിരിക്കുന്ന കണ്ടീഷൻ എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി ഓഫ് എക്സ് ഫോർ എവ്രി എക്സ് എലമെന്റ് ഓഫ് ഡി എന്നാണെങ്കിൽ സുപ്രീമം എഫ് ഓഫ് ഡി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻഫിമം ജി ഓഫ് ഡി എന്ന് പറയുന്നത് തെറ്റാണ്, അത് ട്രൂ അല്ല. അതിന് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് കൗണ്ടർ എക്സാമ്പിൾ കിട്ടി. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയറും ജി ഓഫ് എക്സ് ഈക്വൽ ടു എക്സും എടുത്തു. ഓക്കെ, അപ്പൊ എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി ഓഫ് എക്സ് എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ്. പക്ഷെ സുപ്രീമം ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻഫിമം എന്നുള്ള ആ ഒരു പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുന്നില്ല. ഓക്കെ, അതേസമയം എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി ഓഫ് വൈ ഫോർ എവ്രി എക്സ് വൈ എലമെന്റ് ഓഫ് ഡി എന്നാണെങ്കിൽ സുപ്രീമം എഫ് ഓഫ് ഡി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻഫിമം ജി ഓഫ് ഡി എന്ന് പറയുന്നത് ട്രൂ ആണ്. ഓക്കെ, നമ്മൾ അടുത്ത പ്രോപ്പർട്ടിയിലേക്ക് കടക്കുകയാണ്. സെയിം സെക്ഷൻ കണ്ടിന്യൂവേഷൻ ആണ്. അടുത്ത പ്രോപ്പർട്ടി ആർക്കിമീഡിയൻ പ്രോപ്പർട്ടി. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. ഈ പ്രോപ്പർട്ടിക്ക് നമ്മൾ 3 കൊറോളറികളും കൂടി പറയാൻ പോകുന്നുണ്ട്. ഈ പ്രോപ്പർട്ടിയെയും നമ്മൾ ആർക്കിമീഡിയൻ പ്രോപ്പർട്ടി എന്ന് പറയും. ഇതിന്റെ കൊറോളറി ആയിട്ട് കിട്ടുന്ന റിസൾട്ട്സ്, കൊറോളറി ആയിട്ട് പറയുന്ന കാര്യങ്ങളെ അതിനെയും ചില സ്ഥലങ്ങളിൽ നമുക്ക് ചിലപ്പോൾ ചില തിയറംസ് പ്രൂവ് ചെയ്യാനായിട്ട് ഈ കൊറോളറി ആയിരിക്കും ഉപയോഗിക്കേണ്ടി വരിക. അപ്പൊ ആ കൊറോളറിയെ കോൾ ഫോർ ചെയ്യുമ്പോഴും നമ്മൾ ആർക്കിമീഡിയൻ പ്രോപ്പർട്ടി എന്ന് തന്നെയാണ് വിളിക്കുക. കാരണം ആർക്കിമീഡിയൻ പ്രോപ്പർട്ടിയിൽ നിന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് കിട്ടുന്ന ഫാക്ടുകളാണ്. ഓക്കെ, അപ്പൊ സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ആർക്കിമീഡിയൻ പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ നിങ്ങൾ ഈ സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് എഴുതി പ്രൂവ് ചെയ്യേണ്ടത്. പക്ഷെ പിന്നീട് നമ്മൾ വേറെ പല തിയറത്തിന്റെയും പ്രൂഫുകൾ ചെയ്യുമ്പോൾ ആർക്കിമീഡിയൻ പ്രോപ്പർട്ടിയുടെ കൊറോളറി ആയിരിക്കും ആ പ്രൂഫിൽ യൂസ് ചെയ്യുന്നത്. പക്ഷെ പേര് വിളിക്കുമ്പോൾ നമ്മൾ അതിനെ ആർക്കിമീഡിയൻ പ്രോപ്പർട്ടി എന്ന് തന്നെ വിളിക്കും. അപ്പൊ അത് കൺഫ്യൂസ്ഡ് ആവരുത്. ആർക്കിമീഡിയൻ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഈ ഒരു സിംഗിൾ സ്റ്റേറ്റ്മെന്റേ ഉള്ളൂ. പക്ഷെ അതിനോട് ഈക്വലന്റ് ആയിട്ട് കൺസിഡർ ചെയ്യാവുന്ന 3 സ്റ്റേറ്റ്മെന്റ്സും കൂടി ഇതിന്റെ താഴെ ഇനി വരാൻ പോകുന്നുണ്ട്. ഓക്കെ, സ്റ്റേറ്റ് ആൻഡ് പ്രൂവിന് നിങ്ങൾ ഇത് പഠിച്ചാൽ മതി. സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ഇതാണ്: ഇഫ് എക്സ് എലമെന്റ് ഓഫ് ആർ then there exists nx element of n such that x less than nx.
ഓക്കെ, അതായത് ഏത് റിയൽ നമ്പർ തന്നാലും അതിനേക്കാൾ വലിയ ഒരു നാച്ചുറൽ നമ്പർ ഉണ്ട്. വളരെ തമാശയായിട്ട് തോന്നുന്നുണ്ടാവും അല്ലെ? അത് ഉണ്ടല്ലോ, ഇൻഫിനിറ്റ്ലി മെനി അങ്ങനെ ഇല്ലേ? അപ്പൊ ഉണ്ടാവുമല്ലോ അല്ലെ? ഏത് റിയൽ നമ്പർ തന്നാലും അതിനേക്കാൾ വലിയൊരു നാച്ചുറൽ നമ്പർ. ഞാനിപ്പോ ഏത് റിയൽ നമ്പർ പറഞ്ഞാലും നിങ്ങൾ അതിനേക്കാൾ വലിയൊരു നാച്ചുറൽ നമ്പർ എനിക്ക് തരും. പക്ഷെ അത് എക്സാമ്പിൾ മാത്രമേ ആവുന്നുള്ളൂ. ഇത് നമുക്ക് പ്രൂവ് ചെയ്യണം. ഇതെങ്ങനെ പ്രൂവ് ചെയ്യാന്ന് നോക്കാം. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എല്ലാ റിയൽ നമ്പറിനേക്കാളും വലിയ ഏത് റിയൽ നമ്പർ തന്നാലും അതിനേക്കാളും വലിയ ഒരു നാച്ചുറൽ നമ്പർ ഉണ്ട് എന്നാണ്. ഉണ്ട് എന്ന് പ്രൂവ് ചെയ്യാനായിട്ട് നമുക്കൊരു ടെക്നിക്ക് ഉണ്ടല്ലോ, പ്രൂഫ് ബൈ കോൺട്രഡിക്ഷൻ. ഇല്ല എന്ന് വിചാരിക്കുക അല്ലെ? എന്നിട്ട് മുൻപോട്ട് പോകുമ്പോൾ ഒരു കോൺട്രഡിക്ഷനിലെത്തും. അങ്ങനെയാണ് നമ്മൾ ഏത് റിയൽ നമ്പർ തന്നാലും അതിനേക്കാൾ വലിയ ഒരു നാച്ചുറൽ നമ്പർ ഉണ്ടെന്ന് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ പറ്റുമെങ്കിൽ നമുക്ക് അസ്യൂം ചെയ്യാം there exists a real number x element of R such that there is no natural number greater than x. x എന്ന് പറയുന്ന റിയൽ നമ്പറിനേക്കാൾ വലിയ ഒരു നാച്ചുറൽ നമ്പറും ഇല്ല എന്നാണ് എന്റെ അസംഷൻ. എക്സിനേക്കാൾ വലിയ ഒരു നാച്ചുറൽ നമ്പറും ഇല്ല എന്ന് പറഞ്ഞാൽ എന്തായാലും അർത്ഥം? എല്ലാ നാച്ചുറൽ നമ്പേഴ്സും എക്സിനേക്കാൾ ചെറുതാണ്. n less than or equal to x for every n element of n. എല്ലാ നാച്ചുറൽ നമ്പേഴ്സും എക്സിനേക്കാൾ ചെറുതാണ്. ഓക്കെ, എല്ലാ നാച്ചുറൽ നമ്പേഴ്സും എക്സിനേക്കാൾ ചെറുതാണ് എന്ന് പറഞ്ഞാൽ ഈ എക്സ് എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പേഴ്സിന്റെ സെറ്റിന്റെ ഒരു അപ്പർ ബൗണ്ട് ആണ് അല്ലെ? എല്ലാ നാച്ചുറൽ നമ്പേഴ്സും എക്സിനേക്കാൾ ചെറുത്. സോ എക്സ് ഇസ് ആൻ അപ്പർ ബൗണ്ട് ഓഫ് ദി സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ്. നമുക്ക് സുപ്രീമം പ്രോപ്പർട്ടി അനുസരിച്ച് എന്തറിയാം? അപ്പർ ബൗണ്ട് ഉണ്ടെങ്കിൽ സുപ്രീമം ഉണ്ട് എന്നാണ് സുപ്രീമം പ്രോപ്പർട്ടി പറയുന്നത് അല്ലെ? അപ്പൊ നാച്ചുറൽ നമ്പേഴ്സിന് ഒരു സുപ്രീമം ഉണ്ട് എന്നാണ് നമുക്ക് കിട്ടുന്നത്. ആ സുപ്രീമത്തിനെ ഞാൻ യു എന്ന് വിളിക്കുന്നു. സുപ്രീമം ഉണ്ട് എന്ന് എനിക്കിപ്പോ കിട്ടി. ആ സുപ്രീമത്തിനെ ഞാൻ യു എന്ന് പേര് വിളിക്കുന്നു. അപ്പൊ യു സുപ്രീമം ആണെങ്കിൽ യു മൈനസ് വൺ എന്ന് പറയുന്ന യുവിനേക്കാൾ ചെറുതാണല്ലോ. സോ യു മൈനസ് വൺ ഈസ് നോട്ട് ആൻ അപ്പർ ബൗണ്ട് എന്ന് എനിക്ക് പറഞ്ഞൂടെ? യു സുപ്രീമമാണ്. അപ്പൊ യുവിനേക്കാൾ ചെറുതൊന്നും അപ്പർ ബൗണ്ട് ആവാൻ പാടില്ല. യു മൈനസ് വൺ അപ്പർ ബൗണ്ട് അല്ല. യു മൈനസ് വൺ അപ്പർ ബൗണ്ട് അല്ല എന്ന് പറഞ്ഞാൽ അതിന് എന്താ അർത്ഥം? യു മൈനസ് വണ്ണിനേക്കാൾ വലിയ ഒരു നാച്ചുറൽ നമ്പർ എങ്കിലും ഉണ്ട്. അപ്പൊ യു മൈനസ് വണ്ണിനേക്കാൾ വലിയ ഒരു നാച്ചുറൽ നമ്പർ ആണ് എം. എം ഇസ് ഗ്രേറ്റർ ദാൻ യു മൈനസ് വൺ ഫോർ സം എം എലമെന്റ് ഓഫ് എൻ. ഇപ്പൊ നാച്ചുറൽ നമ്പേഴ്സിന്റെ സെറ്റിൽ നിന്ന് യു മൈനസ് വണ്ണിനേക്കാൾ വലിയ ഒരു നാച്ചുറൽ നമ്പർ കിട്ടി. പക്ഷെ യു മൈനസ് വൺ ലെസ് ദാൻ എം ആണെന്ന് പറഞ്ഞാൽ എന്താ അതിനർത്ഥം? യു ലെസ് ദാൻ എം പ്ലസ് വൺ ആണ്. എം ഒരു നാച്ചുറൽ നമ്പർ ആണ്. അപ്പൊ എം പ്ലസ് വണ്ണും ഒരു നാച്ചുറൽ നമ്പർ അല്ലേ? അപ്പൊ എനിക്ക് യുവിനേക്കാൾ വലിയ ഒരു നാച്ചുറൽ നമ്പർ എം പ്ലസ് വൺ കിട്ടി. പക്ഷെ എന്റെ അസംഷൻ എന്താണ്? യു സുപ്രീമം ആണെന്നല്ലേ? ഇവിടെ യു അപ്പർ ബൗണ്ടേ അല്ല. യുവിനേക്കാൾ വലിയ ഒരു നാച്ചുറൽ നമ്പർ എനിക്ക് കിട്ടി. ഇങ്ങനെ ഒരു കോൺട്രഡിക്ഷൻ വരാൻ എന്താ കാരണം? നമ്മുടെ തെറ്റായ അസംഷൻ ആണ്. അതുകൊണ്ട് ഏത് റിയൽ നമ്പർ എക്സ് തന്നാലും അതിനേക്കാൾ വലിയ ഒരു നാച്ചുറൽ നമ്പർ എൻ എക്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പ്രൂഫ് ബൈ കോൺട്രഡിക്ഷൻ ടെക്നിക്കാണ് നമ്മൾ ഇവിടെ ഉപയോഗിച്ചത്. എക്സ് എന്ന് പറയുന്ന ഒരു റിയൽ നമ്പർ ഉണ്ട്, അതിനേക്കാൾ വലിയ ഒരു നാച്ചുറൽ നമ്പറും ഇല്ലാത്ത രീതിയിൽ എന്ന് അസ്യൂം ചെയ്തു. അപ്പൊ എക്സ് ഒരു അപ്പർ ബൗണ്ട് ആണ്. എക്സ് ഒരു അപ്പർ ബൗണ്ട് ആണ് എന്ന് പറയുമ്പോൾ സുപ്രീമം പ്രോപ്പർട്ടി അനുസരിച്ച് നാച്ചുറൽ നമ്പേഴ്സിന് ഒരു സുപ്രീമം ഉണ്ട്. ആ സുപ്രീമം ആണ് യു എന്ന് വിചാരിച്ചു. യു സുപ്രീമം ആണെങ്കിൽ യു മൈനസ് വൺ അപ്പർ ബൗണ്ട് അല്ല. യു മൈനസ് വൺ അപ്പർ ബൗണ്ട് അല്ല എന്ന് പറയുമ്പോൾ യു മൈനസ് വണ്ണിനേക്കാൾ വലിയ ഒരു നാച്ചുറൽ നമ്പർ എം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. യു മൈനസ് വണ്ണിനേക്കാൾ വലിയ ഒരു നാച്ചുറൽ നമ്പർ എം. പക്ഷെ അങ്ങനെ എടുത്താൽ യുവിനേക്കാൾ വലുതാണ് എം പ്ലസ് വൺ എന്ന് കിട്ടും. എം പ്ലസ് വണ്ണും ഒരു നാച്ചുറൽ നമ്പർ ആണ്. അപ്പൊ യു അപ്പർ ബൗണ്ട് ആണ് എന്നുള്ളതിന് കോൺട്രഡിക്ഷൻ വരും. ഇങ്ങനെ കോൺട്രഡിക്ഷൻ വരാൻ കാരണം ഇല്ലാത്ത ഒരു അപ്പർ ബൗണ്ട് എക്സ് ഉണ്ട് എന്ന് നമ്മൾ അസ്യൂം ചെയ്തതാണ്. Therefore, given any real number x, there exists nx, a natural number nx such that x is less than nx. Okay. നമുക്ക് ഇതിന്റെ കൊറോളറിയിലേക്ക് പോകാം. ഫസ്റ്റ് കൊറോളറി പറയുന്നത് if s equal to set 1 by n where n element of n, then infimum s equal to 0. 1, 1 by 2, 1 by 3, 1 by 4 etc. എന്നുള്ള കളക്ഷന്റെ ഇൻഫിമം ആണ് 0 എന്നാണ് നമുക്ക് ഇവിടെ പ്രൂവ് ചെയ്യേണ്ടത്.
കഴിഞ്ഞ ക്ലാസ്സിലെ ഒരു എക്സസൈസ് ക്വസ്റ്റ്യനിൽ നമ്മൾ ഇതിന്റെ സുപ്രീമം 1 ആണെന്നും ഇൻഫിമം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ് എന്നും പ്രൂവ് ചെയ്തിരുന്നു. അപ്പൊ തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഇൻഫിമം എക്സാക്ട്ലി ഈക്വൽ ടു 0 ആണ്, അതിന്റെ പ്രൂഫ് പിന്നീട് നമ്മൾ പഠിക്കും, പിന്നീട് നമ്മൾ ചെയ്യും എന്ന് പറഞ്ഞിരുന്നു. ഇവിടെ ഇൻഫിമം എസ് 0 ആണ് എന്നാണ് എനിക്ക് കാണിക്കേണ്ടത്. അപ്പൊ ആ പ്രോബ്ലത്തിൽ ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തു വെച്ചിട്ടുണ്ട്? ഇൻഫിമം എസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് നമ്മൾ പ്രൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് ജസ്റ്റ് നമുക്കൊന്ന് റീകോൾ ചെയ്യാം. ഏത് നാച്ചുറൽ നമ്പർ n എടുത്താലും അത് 1/n എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്. n പോസിറ്റീവ് ആണ്, അതുകൊണ്ട് 1/n എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്. എല്ലാ പോസിറ്റീവ് റിയൽ നമ്പേഴ്സും 0-നേക്കാൾ വലുതാണ്, അല്ലെ? സോ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/n ഫോർ എവ്രി n എന്നുള്ളതിന് 0 ഒരു ലോവർ ബൗണ്ട് ആണ് എന്ന് നമുക്ക് കിട്ടും. 0 is less than or equal to 1/n for every n element of n. ഇതിൽ നിന്നാണ് നമുക്ക് 0 ഒരു ലോവർ ബൗണ്ട് ആണ് എന്ന് കിട്ടുന്നത്. ഏറ്റവും വലിയ ലോവർ ബൗണ്ടിനെയാണ് നമ്മൾ ഇൻഫിമം എന്ന് പറയുന്നത്. സോ ഇൻഫിമം വിൽ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എവറി ലോവർ ബൗണ്ട്. 0 ഒരു ലോവർ ബൗണ്ട് ആണ്. സോ ഇൻഫിമം is ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നു. ഓക്കെ, ഇത്രയും നമ്മൾ നേരത്തെ ഒരു പ്രോബ്ലത്തിൽ ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, ഇനി നമുക്ക് ഇൻഫിമം എസ് ഈക്വൽ ടു 0 ആണെന്ന് കാണിക്കണം. അതായത് ഏത് ലോവർ ബൗണ്ട് എടുത്താലും അത് 0-നേക്കാൾ ചെറുതോ ഈക്വലോ ആണ് എന്നാണ് നമുക്ക് അവിടെ പ്രൂവ് ചെയ്യേണ്ടി വരുന്നത്. അതിനുവേണ്ടി ഈ സെറ്റ് ബൗണ്ടഡ് ബിലോ ആണ്, അല്ലെ? 0 എന്ന് പറയുന്നത് ഒരു ലോവർ ബൗണ്ട് ആണെന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ബൗണ്ടഡ് ബിലോ ആണ്. അപ്പൊ കംപ്ലീറ്റ്നെസ് പ്രോപ്പർട്ടിയുടെ ഒരു ഈക്വലന്റ് ഫോം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സുപ്രീമം പ്രോപ്പർട്ടി പോലെ തന്നെ ഇൻഫിമം പ്രോപ്പർട്ടി പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലെ? അതിൽ നിന്ന് നമുക്ക് എന്തറിയാം? ബൗണ്ടഡ് ബിലോ ആണെങ്കിൽ ഇൻഫിമം ഉണ്ട് എന്നറിയാം. അപ്പൊ അതുകൊണ്ട് ഇൻഫിമം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ ഇൻഫിമത്തിനെ ഞാൻ W എന്ന് വിളിക്കുന്നു. ഓക്കെ, ഈ W എന്ന് പറയുന്നത് 0 ആണ് എന്നാണ് എനിക്ക് കാണിക്കേണ്ടത്. ഇൻഫിമം എസ് ഈക്വൽ ടു W ആണ്. ഓക്കെ, ഇനി ഞാനൊരു ആർബിട്രറി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 എടുക്കുന്നു. എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയുന്നത് ഒരു റിയൽ നമ്പർ ആണ്. എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 എടുത്തു കഴിഞ്ഞാൽ 1/എപ്സിലോൺ എന്ന് പറയുന്നത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ. ഈ 1/എപ്സിലോൺ എന്ന് പറയുന്നത് ഒരു റിയൽ നമ്പർ ആയിരിക്കും, അല്ലെ? എപ്സിലോൺ ഇസ് പോസിറ്റീവ്, എപ്സിലോൺ ഇസ് നോട്ട് ഈക്വൽ ടു 0 എന്നുള്ള ഫാക്ടേ എനിക്ക് വേണ്ടി വരുന്നുള്ളൂ. എപ്സിലോൺ ഇവിടെ ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പൊ 1/എപ്സിലോൺ എന്ന് പറയുന്നത് ഒരു റിയൽ നമ്പർ ആണ്. എപ്സിലോൺ പോസിറ്റീവുമാണ്. അപ്പൊ അതുകൊണ്ട് 1/എപ്സിലോൺ എന്ന് പറയുന്നത് റിയൽ നമ്പർ ആണെന്ന് മാത്രമല്ല 1/എപ്സിലോൺ പോസിറ്റീവും ആണ്. സോ 1/എപ്സിലോൺ ഇസ് എ പോസിറ്റീവ് റിയൽ നമ്പർ. ആർക്കിമീഡിയൻ പ്രോപ്പർട്ടി അനുസരിച്ച് ഏത് റിയൽ നമ്പർ തന്നാലും അതിനേക്കാൾ വലിയ ഒരു നാച്ചുറൽ നമ്പർ ഉണ്ടല്ലോ. അപ്പൊ there exists a natural number n element of n such that 1/epsilon is less than n. ഓക്കെ, ഏത് റിയൽ നമ്പർ തന്നാലും അതിനേക്കാൾ വലിയ ഒരു നാച്ചുറൽ നമ്പർ ഉണ്ട് എന്നുള്ള ആർക്കിമീഡിയൻ പ്രോപ്പർട്ടിയാണ് ഞാൻ ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. സോ ദിസ് ഇംപ്ലൈസ് 1/epsilon less than n. അപ്പൊ അതിനർത്ഥം എന്താ? 1/n is less than epsilon, അല്ലെ? 1/n എപ്സിലോണിനേക്കാൾ ചെറുതാണ്. 1/n-കളുടെ കളക്ഷൻ അല്ലേ എസ്? അപ്പൊ എനിക്ക് ഈ കളക്ഷനകത്ത് ഒരു പോയിന്റ് കിട്ടി എപ്സിലോണിനേക്കാൾ ചെറുതായിട്ട്, which means epsilon is not a lower bound. ലോവർ ബൗണ്ട് ആയിരുന്നെങ്കിൽ സെറ്റിലെ എല്ലാ എലമെന്റ്സും അതിനേക്കാൾ വലുതായേനെ, അല്ലെ? അപ്പൊ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 എടുത്താൽ അത് ഒരു ലോവർ ബൗണ്ട് അല്ല. ഓക്കെ, അപ്പോ ഈ ലോവർ ബൗണ്ട് എന്ന് പറയുന്നത് എന്തായാലും ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കണം. സോ W ലെസ് ദാൻ എപ്സിലോൺ ഫോർ എവ്രി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0. W ലെസ് ദാൻ എപ്സിലോൺ ഫോർ എവ്രി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0. ഇതിനോട് സിമിലർ ആയിട്ടൊരു റിസൾട്ട് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്, അല്ലെ? A ലെസ് ദാൻ എപ്സിലോൺ ഫോർ എവ്രി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ A ഈക്വൽ ടു 0 ആയേ പറ്റൂ എന്ന് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. സോ ഫ്രം ദിസ് വാട്ട് വി ഗെറ്റ് ഇസ് W ഈക്വൽ ടു 0. W എന്താണ്? ഇൻഫിമം എസ് ആണ്, അല്ലെ? അതുകൊണ്ട് ഇൻഫിമം എസ് ഈക്വൽ ടു 0. ഇത് ആർക്കിമീഡിയൻ പ്രോപ്പർട്ടിയുടെ കൊറോളറി ആണ്. ഇതിനെയും ചില സമയത്ത് നമ്മൾ ആർക്കിമീഡിയൻ പ്രോപ്പർട്ടി എന്ന് തന്നെ വിളിക്കാറുണ്ട് കേട്ടോ. കൂടുതലും ഈ കൊറോളറി അല്ല, ഇനി പറയുന്ന കൊറോളറീസ് ആണ് നമ്മൾ അങ്ങനെ ഉപയോഗിക്കാറ്. അടുത്ത കൊറോളറി,
If t greater than 0, there exists nt element of n such that 0 less than 1 by nt less than t. ഇത് ആക്ച്വലി എന്താണ്, നമ്മൾ ഈ തൊട്ട് മുമ്പത്തെ കൊറോളറി പ്രൂവ് ചെയ്യാൻ യൂസ് ചെയ്ത ഒരു സംഭവമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ടി ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയുന്നത് ഒരു ആർബിട്രറി റിയൽ നമ്പർ ആണ്. ഏത് റിയൽ നമ്പർ തന്നാലും ആർക്കിമീഡിയൻ പ്രോപ്പർട്ടി അനുസരിച്ച് അതിനേക്കാൾ വലിയ ഒരു നാച്ചുറൽ നമ്പർ ഉണ്ട്. ഏത് എക്സ് തന്നാലും ഒരു എൻ എക്സ് ഉണ്ട് എന്നാണ് നമ്മൾ പറയുന്നത് അല്ലെ. അപ്പൊ ഏത് ടി തന്നാലും ഒരു എൻ ടി ഉണ്ട് ടിനേക്കാൾ വലുതായിട്ട്. ഇത് തന്നെ എനിക്ക് 1/t എന്നുള്ള റിയൽ നമ്പറിന് യൂസ് ചെയ്തൂടെ. ടി ഗ്രേറ്റർ ദാൻ 0 ഒരു ആർബിട്രറി പോസിറ്റീവ് റിയൽ നമ്പർ ആണെങ്കിൽ 1/t എന്ന് പറയുന്നതും ഒരു ആർബിട്രറി പോസിറ്റീവ് റിയൽ നമ്പർ ആണ്. അപ്പൊ ഈ റിയൽ നമ്പറിനേക്കാൾ വലിയ ഒരു നാച്ചുറൽ നമ്പർ എൻ ടി ഉണ്ട്. സോ 1/t ലെസ് ദാൻ എൻ ടി. 1/t ലെസ് ദാൻ എൻ ടി ഇംപ്ലൈസ് റിവേഴ്സ് ചെയ്താൽ എനിക്ക് എന്താ കിട്ടുന്നത്? ടി ഗ്രേറ്റർ ദാൻ 1/nt. ഇനി എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ നമ്പർ അല്ലേ. ഇപ്പൊ 1/nt എന്ന് പറയുന്നത് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. സോ there exists nt element of n such that 1/nt is less than t and is greater than 0. Okay, ഇതല്ലേ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടിയിരുന്നത്. 0 less than 1/nt less than t. ഈ പ്രോപ്പർട്ടിയെയും പല സ്ഥലത്തും നമ്മൾ ആർക്കിമീഡിയൻ പ്രോപ്പർട്ടി എന്നുള്ള പേരിൽ തന്നെ യൂസ് ചെയ്യും കേട്ടോ. അടുത്ത കൊറോളറി ഇത് കുറച്ചും കൂടി സ്ട്രോങ് ആണ്. നേരത്തെ പറഞ്ഞത് എന്താണ്? ഒരു ടി ഗ്രേറ്റർ ദാൻ 0 തന്നാൽ 1/nt ലെസ് ദാൻ ടി കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളതായിരുന്നു അല്ലെ. ഇവിടെ കുറച്ചുകൂടി സ്ട്രോങ്ങർ ആയിട്ടുള്ള ഒരു റിസൾട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇഫ് y greater than 0, then there exists a natural number ny such that ny minus 1 is less than or equal to y less than ny. അതായത് ആർക്കിമീഡിയൻ പ്രോപ്പർട്ടി പറയുന്നത് എന്താണ്? ഏത് റിയൽ നമ്പർ തന്നാലും അതിനേക്കാൾ വലിയ ഒരു നാച്ചുറൽ നമ്പർ ഉണ്ടെന്ന് മാത്രമാണ്. ഇവിടെ നമ്മൾ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് പറയാണ്, ഏത് y തന്നാലും അതിനേക്കാൾ വലിയൊരു നാച്ചുറൽ നമ്പർ ny ഉണ്ടെന്ന് മാത്രമല്ല, ny minus 1 ചെയ്താൽ ദാറ്റ് വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു y എന്ന്. ഓക്കെ, അപ്പൊ അങ്ങനത്തെ ഏറ്റവും ചെറിയ ഒരു നാച്ചുറൽ നമ്പർ ഉണ്ട് എന്ന് പറയുന്നതിനോട് ഈക്വലന്റ് ആണ് ഈ സ്റ്റേറ്റ്മെന്റ്. അതിന് y greater than 0 തന്നു കഴിഞ്ഞാൽ നമുക്ക് ആർക്കിമീഡിയൻ പ്രോപ്പർട്ടി അനുസരിച്ച് എന്ത് പറയാം? വൈനേക്കാൾ വലിയ ഒരു നാച്ചുറൽ നമ്പർ ny എങ്കിലും ഉണ്ടെന്ന് പറയാം അല്ലെ. അപ്പൊ ഞാനൊരു സെറ്റ് sy എന്നൊരു സെറ്റ് ഞാൻ ഡിഫൈൻ ചെയ്യാണ്. sy ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ny സച്ച് ദാറ്റ്, അല്ലെങ്കിൽ n എന്നുള്ള നൊട്ടേഷൻ മതി, ny എനിക്ക് വേറെ ആവശ്യം ഉണ്ടല്ലോ. സെറ്റ് ഓഫ് ഓൾ n സച്ച് ദാറ്റ് y ലെസ് ദാൻ n. ഈ കളക്ഷനെയാണ് ഞാൻ sy എന്ന് വിളിച്ചിരിക്കുന്നത്. വൈനേക്കാൾ വലിയ നാച്ചുറൽ നമ്പേഴ്സിന്റെ കളക്ഷൻ. ഈ കളക്ഷൻ നോൺ എംപ്റ്റി ആണ്. എന്താ കാരണം? ആർക്കിമീഡിയൻ പ്രോപ്പർട്ടി അനുസരിച്ച് ഇങ്ങനെ ഒരു എന്നെങ്കിലും എന്തായാലും ഉണ്ട്. അപ്പൊ ആർക്കിമീഡിയൻ പ്രോപ്പർട്ടി വെച്ച് sy എന്ന് പറയുന്നത് ഒരു നോൺ എംപ്റ്റി സെറ്റ് ആണ്. നോൺ എംപ്റ്റി സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. അപ്പൊ അവർക്ക് എന്ത് പ്രോപ്പർട്ടി ഉണ്ട്? വെൽ ഓർഡറിംഗ് പ്രോപ്പർട്ടി ഉണ്ട്. നാച്ചുറൽ നമ്പേഴ്സിന് എനിക്ക് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ലെസ് ദാൻ 2 ലെസ് ദാൻ 3 ലെസ് ദാൻ 4 അങ്ങനെ ഒരു ഓർഡറിൽ എഴുതാൻ പറ്റുന്ന ആൾക്കാരാണ് നാച്ചുറൽ നമ്പേഴ്സ് അല്ലെ. അതിനാണ് നമ്മൾ വെൽ ഓർഡറിംഗ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അപ്പൊ നാച്ചുറൽ നമ്പേഴ്സിന്റെ ഏത് സബ്സെറ്റ് തന്നാലും അവിടെ ഒരു സ്മോളസ്റ്റ് നാച്ചുറൽ നമ്പർ എപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ sy നോൺ എംപ്റ്റി ആണ്. അതിന് ഞാൻ വെൽ ഓർഡറിംഗ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോൾ syയില് ഒരു സ്മോളസ്റ്റ് എലമെന്റ് ny ഉണ്ട്. ഈ സ്മോളസ്റ്റ് എലമെന്റ് സെറ്റിൽ ഉണ്ട് എങ്കിൽ അതാണ് എന്ത്? ആ സെറ്റിന്റെ ഇൻഫിമം. അപ്പൊ ny എന്ന് പറയുന്ന ഇൻഫിമം sy എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ nyക്ക് ഈ പ്രോപ്പർട്ടി ഉണ്ട് എന്നാണ് ഞാൻ ക്ലെയിം ചെയ്യാൻ പോകുന്നത്. ny ഇൻഫിമം ആണ് അല്ലെ. ny ഇൻഫിമം ആണ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ny മൈനസ് 1 കൺസിഡർ ചെയ്യാം. ny ഇൻഫിമം ആണ്. അതുകൊണ്ട് ny മൈനസ് 1 എന്ന് പറയുന്നത് ഈ സെറ്റില് ഇല്ല. ny മൈനസ് 1 is less than ny. അപ്പൊ അതുകൊണ്ട് this implies that ny minus 1 is not an element of sy. Not an element of sy. syയിലെ എലമെന്റ് ആവാനുള്ള കണ്ടീഷൻ എന്താ? y less than n ആവുക എന്നുള്ളതാണ്. അപ്പൊ നോട്ട് ആൻ എലമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ എനിക്ക് കിട്ടുക?
y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആയിരിക്കണം അല്ലെ. ലെസ് ദാൻ ആയിരുന്നെങ്കിൽ ഈ സെറ്റിൽ വന്നേനെ. ഈ സെറ്റിൽ ഇല്ല എന്ന് പറയുമ്പോൾ y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ny മൈനസ് 1. ഓക്കെ, സോ nyക്ക് എന്ത് പ്രോപ്പർട്ടി ഉണ്ട്? y ലെസ് ദാൻ ny എന്നുള്ള പ്രോപ്പർട്ടി ഉണ്ട്. ny മൈനസ് 1 എടുക്കുമ്പോൾ ny മൈനസ് 1 is less than or equal to y. Therefore, there exists a natural number ny such that ny minus 1 is less than or equal to y and y is less than ny. Okay. ഇത് ആർക്കിമീഡിയൻ പ്രോപ്പർട്ടിയുടെ തന്നെ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ടുള്ള ഒരു വേർഷൻ ആണ് എന്ന് പറയാം. ആർക്കിമീഡിയൻ പ്രോപ്പർട്ടി പറയുന്നത് ഏത് റിയൽ നമ്പർ എന്നാലും അതിനേക്കാൾ വലിയ ഒരു നാച്ചുറൽ നമ്പർ ഉണ്ടെന്ന് മാത്രമാണ്. ഇവിടെ ഇപ്പൊ എന്താ പറഞ്ഞത്? അതിനേക്കാൾ വലിയൊരു നാച്ചുറൽ നമ്പർ ഉണ്ടെന്ന് മാത്രമല്ല, അങ്ങനത്തെ പ്രോപ്പർട്ടി ഉള്ള ഏറ്റവും ചെറിയ ഒരു നാച്ചുറൽ നമ്പർ ഉണ്ട്. ny എന്ന് പറയുന്നത് ആ പ്രോപ്പർട്ടി ഉള്ള ഏറ്റവും ചെറിയ നാച്ചുറൽ നമ്പർ ആണ്. ny മൈനസ് 1 എടുക്കുമ്പോൾ ഈ പ്രോപ്പർട്ടി ഇല്ല. ഓക്കെ, അപ്പോ ഒരു നാച്ചുറൽ നമ്പർ ഉണ്ടെന്ന് മാത്രമല്ല, അങ്ങനത്തെ ഏറ്റവും ചെറിയ ഒരു നാച്ചുറൽ നമ്പർ ഉണ്ട് എന്നാണ് ഈ കൊറോളറി പറയുന്നത്. ദിസ് ഇസ് മച്ച് മോർ സ്ട്രോങ്ങർ ആൻഡ് ഇതായിരിക്കും നമ്മൾ പല പ്രോബ്ലംസിലും യൂസ് ചെയ്യുക. ഓക്കെ, ഒരു നാച്ചുറൽ നമ്പർ ny ഉണ്ടെന്ന് മാത്രമല്ല, ny മൈനസ് 1 എന്ന് പറയുന്നത് y-നേക്കാൾ ചെറുതോ ഈക്വലോ ആയിരിക്കും. ഇനി ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തിയർ ആണ്. പ്രൂഫ് കുറച്ച് ലെങ്തി ആണ്. ഇവിടെ നമ്മൾ പ്രൂവ് ചെയ്യുന്നത് there exists a positive real number x such that x square equal to 2. നേരത്തെ നമ്മൾ റിസൾട്ട് പ്രൂവ് ചെയ്തിരുന്നു x square equal to 2 സാറ്റിസ്ഫൈ ചെയ്യുന്ന റാഷണൽ നമ്പേഴ്സ് ഇല്ല എന്ന്. ഓക്കെ, റാഷണൽ നമ്പേഴ്സ് ഇല്ല, ഓക്കെ, പക്ഷെ അങ്ങനെ ഒരു റിയൽ നമ്പർ ഉണ്ട് എന്നാണ് നമ്മൾ ഇവിടെ കാണിക്കാൻ പോകുന്നത്. x square equal to 2 സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു റിയൽ നമ്പർ x ഉണ്ട് എന്നാണ് എനിക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതിന് ഞാൻ ആദ്യം ഇങ്ങനെ ഒരു സെറ്റ് ഡിഫൈൻ ചെയ്യുന്നു. ഇത് വളരെ ക്രൂഷ്യൽ ആണ്. ഈ സെറ്റിന്റെ ഡെഫിനിഷൻ ഇത് നിങ്ങൾക്ക് കിട്ടിയാലേ പ്രൂഫ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഈ ഡെഫിനിഷൻ വളരെ ക്രൂഷ്യൽ ആണ്. ഞാൻ ആ സെറ്റ് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് സച്ച് ദാറ്റ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു s ആൻഡ് s സ്ക്വയർ ലെസ് ദാൻ 2. സ്ക്വയർ 2-നേക്കാൾ ചെറുതായിട്ടുള്ള പോസിറ്റീവ് റിയൽ നമ്പേഴ്സിന്റെ കളക്ഷൻ, അതാണ് എസ്. എന്താണ്? സ്ക്വയർ 2-നേക്കാൾ ചെറുതായിട്ടുള്ള എല്ലാ പോസിറ്റീവ് റിയൽ നമ്പേഴ്സിന്റെയും കളക്ഷൻ. ഇതിനാണ് ഞാൻ എസ് എന്ന് വിളിച്ചിരിക്കുന്നത്. റിയൽ നമ്പർ എന്ന് ഇവിടെ നിന്ന് കിട്ടി, പോസിറ്റീവ് എന്ന് ഇവിടെ നിന്ന് കിട്ടി, സ്ക്വയർ ലെസ് ദാൻ 2 എന്ന് കിട്ടി. അപ്പൊ 3 കാര്യങ്ങളാണ് നിങ്ങൾ ആ സെറ്റിന്റെ ഡെഫിനേഷനിൽ ശ്രദ്ധിക്കേണ്ടത്. റിയൽ നമ്പേഴ്സ് ആണ്, പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് ആണ്, ആ റിയൽ നമ്പേഴ്സിന്റെ സ്ക്വയർ 2-നേക്കാൾ ചെറുതാണ്. ഓക്കെ, എസിന്റെ ഡെഫിനിഷൻ അത് ശ്രദ്ധിക്കണം കേട്ടോ. എസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എസ് എലമെന്റ് ഓഫ് ആർ സച്ച് ദാറ്റ് എസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഇവിടെ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എസ് എന്ന് എഴുതിയിരിക്കുന്നത്. ബോത്ത് ആർ ഫൈൻ. ഓക്കെ, എസ് ഇസ് പോസിറ്റീവ്, നോൺ നെഗറ്റീവ്, എസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആൻഡ് എസ് സ്ക്വയർ ലെസ് ദാൻ 2. ആക്ച്വലി എസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് ഡിഫൈൻ ചെയ്താലും ഗ്രേറ്റർ ദാൻ 0 എന്ന് ഡിഫൈൻ ചെയ്താലും ഒരേ ഇഫക്റ്റ് ആണ് കേട്ടോ. പ്രൂഫിന് വലിയ ഡിഫറൻസ് ഒന്നും വരുന്നില്ല. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന എസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെന്ന് മാത്രം. ഈ സെറ്റ് ഇതിന്റെ സുപ്രീമമാണ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 2 സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സ് എന്നാണ് എനിക്ക് കിട്ടാൻ പോകുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, സ്ക്വയർ 2-നേക്കാൾ ചെറുതായിട്ടുള്ള എല്ലാ പോയിന്റ്സിന്റെയും കളക്ഷൻ. അപ്പൊ അതിന്റെ സുപ്രീമം എന്ന് പറഞ്ഞാൽ സ്ക്വയർ 2 എത്തുന്ന പോയിന്റ് ആയിരിക്കും സുപ്രീമം വരിക അല്ലെ. അതാണ് അതിന്റെ ലോജിക്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു സെറ്റ് എസ് ഡിഫൈൻ ചെയ്തേക്കുന്നത്. ഇത് പ്രൂവ് ചെയ്യാനായിട്ട് ആദ്യം പറയുന്ന പോയിന്റ് ഈ സെറ്റ് നോൺ എംപ്റ്റി ആണ്. ഇതിന്റെ സുപ്രീമം ആണ് √2 എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ ആദ്യം സുപ്രീമം ഉണ്ടെന്ന് കാണിക്കണം അല്ലെ. അതാണ് എന്റെ ഫസ്റ്റ് ഉദ്ദേശം. അതിനുവേണ്ടി ഞാൻ ആദ്യം പറയുന്ന ഈ സെറ്റ് നോൺ എംപ്റ്റി ആണ്. ഒരു സെറ്റ് നോൺ എംപ്റ്റി ആണെന്ന് കാണിക്കാൻ എന്ത് മതി? ആ സെറ്റിലത്തെ ഒരു പോയിന്റ് കിട്ടിയാൽ മതി അല്ലെ. ഇപ്പൊ 1 എന്ന് പറയുന്ന റിയൽ നമ്പർ എടുക്കുക. 1 പോസിറ്റീവ് അല്ലെ? 1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ട്രൂ ആണ് അല്ലെ. 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്, വിച്ച് ഇസ് ലെസ് ദാൻ 2. അപ്പൊ ഈ സെറ്റിലെ പോയിന്റ് ആവാൻ വേണ്ട 2 കണ്ടീഷൻസും 1 സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് 1 ഈസ് ആൻ എലമെന്റ് ഓഫ് യെസ് എന്ന് എനിക്ക് കിട്ടി. അപ്പൊ യെസ് നോൺ എംപ്റ്റി സെറ്റ് ആണ്. ഓക്കെ, ഇനി 2 എന്നുള്ള റിയൽ നമ്പർ എടുക്കുക. 2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 ആണ് അല്ലെ. അപ്പൊ ടി ഗ്രേറ്റർ ദാൻ 2 ഞാൻ എടുത്താൽ ടി സ്ക്വയർ ഗ്രേറ്റർ ദാൻ 4 ആയതുകൊണ്ട് ടി എസിലെ എലമെന്റ് അല്ല. 2-നേക്കാൾ വലിയ ഏത് നമ്പർ എടുത്താലും
അത് ഈ സെറ്റിൽ ഇല്ല. ടി ഗ്രേറ്റർ ദാൻ 2 എടുത്താൽ ടി ഈ സെറ്റിൽ ഇല്ല. അതിൽ നിന്ന് എനിക്ക് എന്ത് പറയാം? 2 എന്ന് പറയുന്നത് ഒരു അപ്പർ ബൗണ്ട് ആണ് എന്ന് പറയാം. ഓക്കെ, 2 എന്ന റിയൽ നമ്പർ ഒരു അപ്പർ ബൗണ്ട് ആണ്. അപ്പൊ എസ് നോൺ എംപ്റ്റി സെറ്റ് ആണ്. ഇറ്റ് ഈസ് ബൗണ്ടഡ് എബവ്. ഒരു അപ്പർ ബൗണ്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് ബൗണ്ടഡ് എബവ്. എവ്രി നോൺ എംപ്റ്റി സെറ്റ് വിച്ച് ഈസ് ബൗണ്ടഡ് എബവ് ഹാസ് എ സുപ്രീമം എന്നാണ് സുപ്രീമം പ്രോപ്പർട്ടി പറയുന്നത്. അതുകൊണ്ട് ഈ സെറ്റ് എസിന് സുപ്രീമം ഉണ്ട്. അപ്പൊ എനിക്ക് ആ സുപ്രീമത്തിനെ എക്സ് എന്ന് വിളിക്കാം. ഓക്കെ, അപ്പൊ ആദ്യം ഞാൻ കാണിച്ചത് എന്താണ്? ഈ സെറ്റിന് സുപ്രീമം ഉണ്ട് എന്നാണ്. സുപ്രീമം ഉണ്ട് എന്ന് കാണിക്കാൻ സെറ്റ് നോൺ എംപ്റ്റി ആണ് എന്നും അതിന് ഒരു അപ്പർ ബൗണ്ട് ഉണ്ട് എന്നും കാണിച്ചു. അപ്പൊ സുപ്രീമം പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോൾ സുപ്രീമം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലായി. ആ സുപ്രീമത്തിനെ ഞാൻ എക്സ് എന്ന് വിളിച്ചു. ഇനി എനിക്ക് പ്രൂവ് ചെയ്യേണ്ടത് എക്സ് സ്ക്വയർ ഈക്വൽ ടു 2 എന്നാണ്. അതിന് ഞാൻ ട്രൈക്കോട്ടോമി പ്രോപ്പർട്ടി ഉപയോഗിക്കാൻ പോകുന്നു. എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് ഒരു റിയൽ നമ്പർ ആണല്ലോ. എക്സ് സ്ക്വയർ ഒരു റിയൽ നമ്പർ ആവുമ്പോൾ ഏത് റിയൽ നമ്പർ എടുത്താലും ട്രൈക്കോട്ടോമി പ്രോപ്പർട്ടി അനുസരിച്ച് ആ റിയൽ നമ്പർ ഒന്നുകിൽ ഗ്രേറ്റർ ദാൻ 0, ഗ്രേറ്റർ ദാൻ ഓക്കെ, അവിടെ അപ്പൊ ഒരു കാര്യം കൂടി പറയണമായിരുന്നു. എക്സ് സ്ക്വയർ എന്നുള്ളത് ഒരു റിയൽ നമ്പർ ആണ്. എക്സ് സ്ക്വയർ -2 എന്ന് പറയുന്നത് ഒരു റിയൽ നമ്പർ ആണ് അല്ലെ. അപ്പൊ എക്സ് സ്ക്വയർ -2 എന്നുള്ള റിയൽ നമ്പർ ഒന്നുകിൽ ഗ്രേറ്റർ ദാൻ 0 ആണ്, അല്ലെങ്കിൽ ഈക്വൽ ടു 0 ആണ്, അല്ലെങ്കിൽ ലെസ് ദാൻ 0 ആണ്. എക്സ് സ്ക്വയർ -2 എന്ന് പറയുന്ന റിയൽ നമ്പർ either greater than 0 or equal to 0 or less than 0. ഈ മൂന്ന് സ്റ്റേറ്റ്മെന്റ്സ് എന്തിനോട് ഈക്വലന്റ് ആണ്? എക്സ് സ്ക്വയർ ഇസ് either greater than 2 or equal to 2 or less than 2 എന്ന് പറയുന്നതിനോട് ഈക്വലന്റ് ആണ് അല്ലെ. എക്സ് സ്ക്വയർ -2നെയാണ് നമ്മൾ ആദ്യം എടുത്തത്. അപ്പൊ -2 റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് എടുക്കുകയാണെങ്കിൽ ട്രൈക്കോട്ടോമി പ്രോപ്പർട്ടി അനുസരിച്ച് എക്സ് സ്ക്വയർ ഇസ് either greater than 2 or equal to 2 or less than 2 എന്ന് കിട്ടും. അപ്പൊ അതിനകത്ത് ഈ രണ്ട് പോസിബിലിറ്റീസും ഇല്ല എന്ന് കാണിച്ചാൽ എനിക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം? 3 സാധ്യതകളേ ഉള്ളൂ. അതിൽ 2 പോസിബിൾ അല്ല എന്ന് പറഞ്ഞാൽ അപ്പൊ പിന്നെ എക്സ് സ്ക്വയർ ഈക്വൽ ടു 2 ആണ് എന്ന് എനിക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ എക്സ് സ്ക്വയർ ലെസ് ദാൻ 2ഉം എക്സ് സ്ക്വയർ ഗ്രേറ്റർ ദാൻ 2ഉം പോസിബിൾ അല്ല എന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ആദ്യം എക്സ് സ്ക്വയർ ലെസ് ദാൻ 2 ആണ് എന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. ഓക്കെ, എക്സ് സുപ്രീമമാണ് എന്ന് തന്നിട്ടുണ്ട്. അപ്പോ ഞാൻ എക്സ് പ്ലസ് 1/n എടുത്തു കഴിഞ്ഞാൽ അത് അപ്പർ ബൗണ്ട് ആണ് അല്ലെ. എക്സ് എന്ന് പറയുന്നത് ഈ സെറ്റിന്റെ സുപ്രീമമാണ്. എക്സിനേക്കാൾ വലുതെല്ലാം അപ്പൊ അപ്പർ ബൗണ്ട് ആണ്. അപ്പൊ ഏത് എക്സ് പ്ലസ് 1/n എടുത്താലും അത് എസിന്റെ അപ്പർ ബൗണ്ട് ആയിരിക്കണം. ഓക്കെ, എക്സ് സുപ്രീമം ആയതുകൊണ്ട് എക്സിനേക്കാൾ വലുത് ഏതെടുത്താലും അതൊക്കെ അപ്പർ ബൗണ്ട് ആയിരിക്കണം. ഞാൻ ഇവിടെ കണ്ടുപിടിക്കാൻ പോകുന്നത് ഒരു n ആണ്. such that x plus 1/n is not an upper bound. അപ്പൊ കോൺട്രഡിക്ഷൻ ആവും അല്ലെ. ഞാനൊരു നാച്ചുറൽ നമ്പർ n കണ്ടുപിടിക്കുന്നു, x plus 1/n അപ്പർ ബൗണ്ട് അല്ല. x plus 1/n എന്ന് പറയുന്നത് എക്സിനേക്കാൾ വലുതാണ് അല്ലെ. എക്സ് ആണ് എന്റെ സുപ്രീമത്തിനേക്കാൾ വലുതെല്ലാം അപ്പർ ബൗണ്ട്സ് ആണ്. അപ്പോ എക്സ് പ്ലസ് 1/n അപ്പർ ബൗണ്ട് അല്ല എന്ന് വന്നാൽ അത് ഒരു കോൺട്രഡിക്ഷൻ ആവും. അങ്ങനത്തെ ഒരു n കണ്ടുപിടിക്കുക എന്നുള്ളതാണ് എന്റെ അടുത്ത എയിം. അതിന് എക്സ് പ്ലസ് 1/n ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ബൈ a പ്ലസ് ബി ഹോൾ സ്ക്വയർ വെച്ച് നമ്മൾ അത് എക്സ്പാൻഡ് ചെയ്താൽ ഇറ്റ് ഇസ് എക്സ് സ്ക്വയർ പ്ലസ് 2x/n പ്ലസ് 1/n സ്ക്വയർ ആണ്. ഓക്കെ, ദിസ് വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 1/n ഇൻറ്റു 2x പ്ലസ് 1. എന്താ കാരണം? 1/n സ്ക്വയർ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/n ആണ്. അപ്പൊ ഈ 1/n സ്ക്വയറിന് പകരം ഞാൻ 1/n വെച്ച് റീപ്ലേസ് ചെയ്താൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നാവും ഇനീക്വാളിറ്റി വരുന്നത്. എന്നിട്ട് ആ രണ്ട് ടേംസിൽ നിന്ന് ഞാൻ 1/n കോമൺ ഫാക്ടർ എടുത്തു. സോ എക്സ് പ്ലസ് 1/n ഹോൾ സ്ക്വയർ ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1/n. ഓക്കെ, ഇനി ഞാൻ n ചൂസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ്? 1/n into 2x plus 1 less than 2x square ആവുന്ന രീതിയിൽ എനിക്ക് ഒരു n ചൂസ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കാം. അങ്ങനെ ചൂസ് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? 1/n into 2x plus 1 എന്ന് പറയുന്നത് ലെസ് ദാൻ 2 മൈനസ് എക്സ് സ്ക്വയർ ആണ്. സോ ദിസ് വിൽ ബി ലെസ് ദാൻ എക്സ് സ്ക്വയർ പ്ലസ് 2 മൈനസ് എക്സ് സ്ക്വയർ എന്ന് വരും. എക്സ് സ്ക്വയർ ഗെറ്റ്സ് ക്യാൻസൽ. സോ വാട്ട് വി ഗെറ്റ് ഇസ് എക്സ് പ്ലസ് 1/n ഹോൾ സ്ക്വയർ ഇസ് ലെസ് ദാൻ 2 എന്ന് വരും അല്ലെ.
ലെസ് ദാൻ 2 എന്ന് പറഞ്ഞാൽ അത് ഈ സെറ്റിന്റെ അകത്തായി. അപ്പൊ അത് അപ്പർ ബൗണ്ട് അല്ല എന്ന് വരും. ഇങ്ങനെ എനിക്ക് കോൺട്രഡിക്ഷൻ കൊണ്ടുവരാൻ പറ്റും. പക്ഷെ ഇങ്ങനെ ഒരു n ചൂസ് ചെയ്യാന്ന് വെറുതെ പറയാൻ പറ്റുമോ? ചൂസ് ആൻ n such that 1 by n into 2x plus 1 is less than 2 minus x square എന്നാ പറഞ്ഞിരിക്കണേ. അങ്ങനെ ഒരു n ഉണ്ടോ? ഉണ്ടെങ്കിലല്ലേ ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതുണ്ട് എന്നാണ് ഞാൻ അടുത്തത് കാണിക്കാൻ പോകുന്നത്. നമ്മുടെ അസംഷൻ അനുസരിച്ച് എക്സ് സ്ക്വയർ ലെസ് ദാൻ 2 ആണല്ലോ. അപ്പൊ 2 മൈനസ് എക്സ് സ്ക്വയർ പോസിറ്റീവ് അല്ലേ? സോ 2 മൈനസ് എക്സ് സ്ക്വയർ ഇസ് ഗ്രേറ്റർ ദാൻ 0. അപ്പൊ 2 മൈനസ് എക്സ് സ്ക്വയറിനെ എക്സ് എന്ന് പറയുന്നത് പോസിറ്റീവ് അല്ലേ? അപ്പൊ 2x പ്ലസ് 1 പോസിറ്റീവ് അല്ലേ? 2 മൈനസ് എക്സ് സ്ക്വയർ പോസിറ്റീവ് ആണ്, 2x പ്ലസ് 1 പോസിറ്റീവ് ആണ്. അപ്പൊ ഇവരുടെ റേഷ്യോ 2 മൈനസ് എക്സ് സ്ക്വയർ ബൈ 2x പ്ലസ് 1 എടുത്താൽ അതും പോസിറ്റീവ് ആണ്. ഓക്കെ, സോ 2 മൈനസ് എക്സ് സ്ക്വയർ ബൈ 2x പ്ലസ് 1 is a positive real number. ഇതൊരു പോസിറ്റീവ് റിയൽ നമ്പർ ആണെങ്കിൽ ആർക്കിമീഡിയൻ പ്രോപ്പർട്ടിയുടെ കൊറോളറി ഇതിനേക്കാൾ വലിയ ഒരു നാച്ചുറൽ നമ്പർ n ഉണ്ട് എന്നാണ് അല്ലെ. അതായത് ആർക്കിമീഡിയൻ പ്രോപ്പർട്ടി പറയുന്നത് 2 മൈനസ് എക്സ് സ്ക്വയർ ബൈ 2x പ്ലസ് 1 ഇസ് ലെസ് ദാൻ n എന്നാണ്. അപ്പൊ അതിന്റെ കൊറോളറി എടുക്കുകയാണെങ്കിൽ റിവേഴ്സ് കിട്ടും അല്ലെ. ആ കൊറോളറിന്ന് എനിക്ക് എന്ത് പറയാം? there exists n such that 1 by n is less than 2 minus x square by 2x plus 1 എന്ന് കിട്ടും. ആർക്കിമീഡിയൻ പ്രോപ്പർട്ടിയുടെ കൊറോളറി ആണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ n എന്ത് പ്രോപ്പർട്ടി ഉണ്ട്? 1 by n into 2x plus 1. ഈ 2x plus 1 ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് എടുക്കുക. ഇപ്പൊ 1 by n into 2x plus 1 is less than 2 minus x square എന്ന് കിട്ടും. 1 by n into 2x plus 1 is less than 2 minus x square. അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്താ വരിക? x plus 1 by n whole square is less than x square plus 2 minus x square. അതായത് less than 2 എന്ന് വരും. ഓക്കെ, അപ്പൊ ഇത് കോൺട്രഡിക്ഷൻ ആവും. എക്സ് പ്ലസ് 1 ബൈ എൻ ഒരു അപ്പർ ബൗണ്ട് അല്ല എന്ന് നമുക്ക് കിട്ടും. എക്സ് പ്ലസ് 1 ബൈ എൻ അപ്പർ ബൗണ്ട് അല്ല എന്ന് പറഞ്ഞാൽ അത് എക്സ് സുപ്രീമം എന്നുള്ളതിന് കോൺട്രഡിക്ഷൻ വരും. ഇങ്ങനെ ഒരു കോൺട്രഡിക്ഷൻ വരാൻ കാരണം എക്സ് സ്ക്വയർ ലെസ് ദാൻ 2 എന്ന് വിചാരിച്ചതാണ്. അപ്പൊ അതുകൊണ്ട് എക്സ് സ്ക്വയർ ലെസ് ദാൻ 2 അല്ല. ഇപ്പൊ ട്രൈക്കോട്ടോണമിയിൽ നിന്നുള്ള ഒരു സാധനം നമ്മളിപ്പോ ഒഴിവാക്കി. എക്സ് സ്ക്വയർ ലെസ് ദാൻ 2 ആവാൻ പറ്റില്ല. അപ്പൊ ഇനി അടുത്തത് നോക്കാം. എക്സ് സ്ക്വയർ ഗ്രേറ്റർ ദാൻ 2 ആയാലോ? അങ്ങനെ ആയാലും മതിയല്ലോ. അത് പറ്റുമോ എന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമ്മുടെ അടുത്ത അസംഷൻ എക്സ് സ്ക്വയർ ഗ്രേറ്റർ ദാൻ 2 ആണ് എന്നാണ്. ഇവിടെ ഞാൻ ചെയ്യാൻ പോകുന്നത് ഞാൻ ഒരു നാച്ചുറൽ നമ്പർ m കണ്ടുപിടിക്കും such that x minus 1 by m is an upper bound. അങ്ങനത്തെ ഒരു m ഞാൻ കണ്ടുപിടിക്കും. x minus 1 by m എന്ന് പറഞ്ഞാൽ അത് എക്സിനേക്കാൾ ചെറുതാണ് അല്ലെ. അപ്പൊ എക്സിനേക്കാൾ ചെറിയ ഒരു അപ്പർ ബൗണ്ട് ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് സുപ്രീമത്തിന് കോൺട്രഡിക്ഷൻ ആവില്ലേ? സുപ്രീമം എന്ന് പറയുന്നത് ലീസ്റ്റ് അപ്പർ ബൗണ്ട് ആണ്. അപ്പൊ എക്സ് മൈനസ് 1 by m അപ്പർ ബൗണ്ട് ആണ് എന്ന് കിട്ടിയാൽ ലീസ്റ്റ് അപ്പർ ബൗണ്ട് എന്നുള്ളതിന് കോൺട്രഡിക്ഷൻ ആകും എന്നുള്ളത് കൊണ്ട് ഇത് തെറ്റാണെന്ന് കാണിക്കാൻ എനിക്ക് എന്ത് കിട്ടിയാൽ മതി? ഒരു m കണ്ടുപിടിച്ചാൽ മതി such that x minus 1 by m is an upper bound. ഓക്കെ, അതിന് x minus 1 by m whole square എന്താണെന്ന് നോക്കാം. a minus b whole square എക്സ്പാൻഷൻ എടുക്കുമ്പോൾ ഇറ്റ് ഇസ് x square minus 2x by m plus 1 by m square. m ഒരു നാച്ചുറൽ നമ്പർ ആവുമ്പോൾ 1 by m square എന്ന് പറയുന്നത് പോസിറ്റീവ് അല്ലേ? സോ 1 by m square is greater than 0 എന്നുള്ളത് ഉപയോഗിക്കുമ്പോൾ ദിസ് ഇസ് ഗ്രേറ്റർ ദാൻ എക്സ് സ്ക്വയർ മൈനസ് 2x by m എന്ന് കിട്ടി. ഇതിനോട് കൂടി ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആഡ് ചെയ്തതാണ് ഇത്. അപ്പൊ ഇതായിരിക്കും വലുത് അല്ലെ. അപ്പൊ അതുകൊണ്ട് x minus 1 by m whole square is greater than x square minus 2x by m എന്ന് കിട്ടി. ഇനി ഞാൻ പറയുന്നത് ചൂസ് എ നാച്ചുറൽ നമ്പർ m such that 2x by m is less than x square by 2. നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെറുതെ ചൂസ് ചെയ്യാൻ പറഞ്ഞ അങ്ങനെ ഒന്നും ഉണ്ടോ? ഉണ്ടെങ്കിലല്ലേ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഉണ്ടെന്ന് വിചാരിക്കാം, ഉണ്ടെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാം. ഉണ്ട് എങ്കിൽ എന്താ സംഭവിക്കുന്നത്? 2x by m is less than x square minus 2. അപ്പൊ മൈനസ് 2x by m എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 2 minus x square എന്ന് വരും അല്ലെ. ഈ മൈനസ് 2x by m പകരം ഞാൻ 2 minus x square എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ അവിടെ കൊടുത്താൽ x square ക്യാൻസൽ ചെയ്ത് പോയിട്ട് x minus 1 by m whole square is greater than 2 എന്ന് കിട്ടും. Which means x minus 1 by m is an upper bound which contradicts the fact that x is a supremum. Okay. അപ്പൊ ഇങ്ങനത്തെ ഒരു നാച്ചുറൽ നമ്പർ ഉണ്ട് എന്ന് മാത്രമേ എനിക്ക് ഇനി കാണിക്കേണ്ടൂ. There exists a natural number m such that 2x by m is less than x square by 2. ഇതാണ് എനിക്ക് ഇനി പ്രൂവ് ചെയ്യേണ്ടത്. അതിന് ഇവിടെ നമുക്ക് എന്താ അസംഷൻ? എക്സ് സ്ക്വയർ ഗ്രേറ്റർ ദാൻ 2 എന്നാണ് അസംഷൻ. അപ്പൊ അതുകൊണ്ട് എക്സ് സ്ക്വയർ മൈനസ് 2 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആണ്. ഓക്കെ, എക്സ് പോസിറ്റീവ് ആണ്, അതുകൊണ്ട് 2x പോസിറ്റീവ് ആണ്.
അപ്പൊ എക്സ് സ്ക്വയർ മൈനസ് 2 ബൈ 2x എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് റിയൽ നമ്പർ ആണ്. വീണ്ടും ആർക്കിമീഡിയൻ പ്രോപ്പർട്ടിയുടെ കൊറോളറി അപ്ലൈ ചെയ്താൽ there exists a natural number m such that 1 by m is less than x square minus 2 by 2x. Cross multiply ചെയ്താൽ എന്ത് കിട്ടും? 2x by m is less than x square minus 2. അപ്പൊ ഇങ്ങനെ ഒരു നാച്ചുറൽ നമ്പർ m ഉണ്ട്. ഇങ്ങനെ ഒരു നാച്ചുറൽ നമ്പർ m ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടി? x minus 1 by m എന്ന് പറയുന്നത് അപ്പർ ബൗണ്ട് ആണ് എന്ന് കിട്ടി. x minus 1 by m അപ്പർ ബൗണ്ട് ആണ് എന്ന് പറഞ്ഞാൽ അത് x സുപ്രീമം ആണ് എന്നുള്ളതിന് കോൺട്രഡിക്ഷൻ ആവും. അതുകൊണ്ട് എക്സ് സ്ക്വയർ ഗ്രേറ്റർ ദാൻ 2 എന്ന് പറയുന്നതും ശരിയല്ല. അപ്പൊ എക്സ് സ്ക്വയർ ലെസ് ദാൻ 2 ശരിയല്ല, എക്സ് സ്ക്വയർ ഗ്രേറ്റർ ദാൻ 2 ശരിയല്ല. അപ്പൊ പിന്നെ എന്തായേ പറ്റുള്ളൂ? എക്സ് സ്ക്വയർ ഈക്വൽ ടു 2 ആയേ പറ്റുള്ളൂ. Therefore, there exists a real number x such that x square equal to 2. Okay. പ്രൂഫ് കംപ്ലീറ്റ് ആയി. ഞാൻ ജസ്റ്റ് ഒരു പ്രാവശ്യവും കൂടി വേണമെങ്കിൽ ഒന്ന് ആ ഐഡിയ ഫാസ്റ്റ് ആയിട്ടൊന്ന് പറയാം. നമ്മൾ എന്താ ചെയ്യുന്നത്? We are defining a set S as the set of all positive real numbers whose square is less than 2. ആദ്യം കാണിച്ചത് ഈ സെറ്റ് നോൺ എംപ്റ്റി ആണ്, 1 element of S ഉണ്ട് എന്നുള്ളതിൽ നിന്ന് ഈ സെറ്റ് നോൺ എംപ്റ്റി ആണ് എന്ന് കിട്ടി. 2 ഒരു അപ്പർ ബൗണ്ട് ആണ് എന്നുള്ളതിൽ നിന്ന് ഈ സെറ്റ് ബൗണ്ടഡ് എബോവ് ആണ് എന്നും കിട്ടി. So this is a non-empty set which is bounded above. അതിൽ നിന്ന് എനിക്ക് സുപ്രീമം എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് മനസ്സിലായി. ആ സുപ്രീമത്തിനെ ഞാൻ എക്സ് എന്ന് വിളിച്ചു. എന്നിട്ട് എക്സ് സ്ക്വയർ മൈനസ് 2 എന്നുള്ള റിയൽ നമ്പറിന് ഞാൻ ട്രൈക്കോട്ടോമി പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 2 ഇസ് ഐദർ ഗ്രേറ്റർ ദാൻ 0 ഓർ ഈക്വൽ ടു 0 ഓർ ലെസ് ദാൻ 0 എന്ന് കിട്ടും. അതിനെ ഒന്ന് റീറൈറ്റ് ചെയ്താൽ എക്സ് സ്ക്വയർ ഇസ് ഐദർ ഗ്രേറ്റർ ദാൻ 2 ഓർ ഈക്വൽ ടു 2 ഓർ ലെസ് ദാൻ 2 എന്ന് കിട്ടും. അതിലെ ഗ്രേറ്റർ ദാൻ 2ഉം ലെസ് ദാൻ 2ഉം പോസിബിൾ അല്ല എന്നാണ് ഞാൻ അടുത്തത് പ്രൂവ് ചെയ്യുന്നത്. അതിന് എക്സ് സ്ക്വയർ ലെസ് ദാൻ 2 ആണെങ്കിൽ ഞാൻ ഒരു നാച്ചുറൽ നമ്പർ n കണ്ടുപിടിച്ചു സച്ച് ദാറ്റ് എക്സ് പ്ലസ് 1 ബൈ n ഈസ് നോട്ട് ആൻ അപ്പർ ബൗണ്ട്. ആ നാച്ചുറൽ നമ്പർ കണ്ടുപിടിക്കാനുള്ള പ്രൊസീജിയർ ആണ് നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തത്. എക്സ് പ്ലസ് 1 ബൈ n അപ്പർ ബൗണ്ട് അല്ല. എക്സ് സുപ്രീമം ആണ്, എക്സിനേക്കാൾ വലിയൊരു ക്വാണ്ടിറ്റി അപ്പർ ബൗണ്ട് അല്ല, അത് പറ്റില്ല. ഈ കോൺട്രഡിക്ഷൻ വന്നത് തെറ്റായ അസംഷൻ കൊണ്ടാണ്. അതുകൊണ്ട് എക്സ് സ്ക്വയർ ലെസ് ദാൻ 2 അല്ല. അടുത്തത് ഞാൻ എക്സ് സ്ക്വയർ ഗ്രേറ്റർ ദാൻ 2 ആണെന്ന് അസ്യൂം ചെയ്തു. എക്സ് സ്ക്വയർ ഗ്രേറ്റർ ദാൻ 2 ആണെന്ന് അസ്യൂം ചെയ്തിട്ട് ഞാൻ എങ്ങനെയാ കോൺട്രഡിക്ഷൻ കൊണ്ടുവന്നത്? എക്സ് മൈനസ് 1 ബൈ m എന്ന് പറയുന്നത് ഒരു അപ്പർ ബൗണ്ട് ആണ് എന്ന് കാണിച്ചു. അപ്പൊ സുപ്രീമത്തിനേക്കാൾ ചെറിയ ഒരു അപ്പർ ബൗണ്ട് കിട്ടി. അതും കോൺട്രഡിക്ഷൻ ആണ് അല്ലെ? അപ്പൊ അതും പറ്റില്ല. അപ്പൊ എക്സ് സ്ക്വയർ ലെസ് ദാൻ 2ഉം പറ്റില്ല, ഗ്രേറ്റർ ദാൻ 2ഉം പറ്റില്ല. അതുകൊണ്ട് എക്സ് സ്ക്വയർ ഈക്വൽ ടു 2 ആണ്. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടിയിരുന്ന റിസൾട്ട്. There exists a real number x such that x square equal to 2. ഞാൻ ഇന്നത്തെ ക്ലാസ് ഇവിടെ കൺക്ലൂഡ് ചെയ്യാണ്. താങ്ക് യു.